ദൈവത്തിന് സ്തോത്രം. വേണ്ടുവരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിലും നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ ആയിരിക്കുവാൻ സ്വർഗത്തിലെ വലിയവനാകുന്ന ദൈവം നമുക്കൊരുക്കി തന്ന വിലയേറിയ നല്ല അവസരത്തിനായി ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ, അതേ നല്ല കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, നന്ദി യേശുവേ. നല്ല പ്രഭാതത്തിനായി, ഇത് നല്ല പ്രഭാതമെന്ന് തിരിച്ചറിയുന്നവർ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കരങ്ങളെ അടിച്ച് അധരങ്ങളെ തുറന്ന് അന്യഭാഷകളിൽ മഹത്വത്തിൻ രാജാവിന്, കർത്താവിന് ഈ പകലിലും മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന രാജാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന കർത്താവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്ന രാജാവേ. ഹല്ലേലൂയ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ മൂടി മറച്ചിരിക്കുന്ന കൃപയ്ക്കായി ഈ നല്ല പകലിലും ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മധ്യ ഇറങ്ങി വന്നിരിക്കുന്ന ഓ രാധനെ ഷാധാരധനെ ഷന്ധാരകന ദീപൽ ബൗഡ ഷന്ധാരകന യേശുവിൻ നാമത്തിൽ ഹാളിനകത്തും പുറത്തും ലൈവിൽ വീക്ഷിച്ചു കൊണ്ടായിരിക്കുന്നവർ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനായവന് ആരാധന കൊടുത്താട്ടെ. മഹത്വത്തിന് യോഗ്യനായവന്, സകല മാനത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായവന് ഇന്ന് പകലിലും സഭ മഹത്വം കൊടുത്തിയാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നമ്മുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന സ്തുതിയിലൂടെ, സ്തോത്രത്തിലൂടെ സർവശക്തന്റെ നാമം ഉയരുവാൻ, മഹത്വത്തിൻ കർത്താവിന്റെ മഹത്വം ഉയരുവാൻ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അങ്ങയുടെ സാന്നിധ്യത്തിനായി ഹല്ലേലൂയ. അധരങ്ങളെ തുറന്ന്, ഹൃദയങ്ങളെ തുറന്ന് സ്തുതിച്ചാട്ടെ. ഈ പകലിലും സ്തുതിക്കുമ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന നല്ല കർത്താവ് നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഇറങ്ങി വരിക. സ്തുതി മുഴങ്ങുമ്പോൾ, സ്തോത്രം മുഴങ്ങുമ്പോൾ, ആരാധനയുടെ അനുഭവം മുഴങ്ങുമ്പോൾ, അതേ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മഞ്ഞുപോലെ, ഓ സ്തോത്രം, ആരാധനയുടെ അനുഭവം ഉയരത്തിലേക്ക് ഉയരുമ്പോൾ ആകാശം തുറന്ന് മഞ്ഞുപോലെ, മഴ പോലെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്നയോളം നമ്മെ നടത്തിയ നല്ല കർത്താവിനെ, നമ്മോട് കൂടിരുന്ന നല്ല കർത്താവിനെ, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ നല്ല കർത്താവിനെ, നമ്മെ അവന്റെ സന്നിധിയിൽ ചേർത്തിരുത്തിയിരിക്കുന്ന നല്ല കർത്താവിനെ ഒരുമിച്ച് ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അങ്ങയുടെ സാന്നിധ്യത്തിനായി, അങ്ങയുടെ സ്നേഹത്തിനായി, അങ്ങയുടെ കരുതലിനായി ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. താങ്ക് യു ലോർഡ്, താങ്ക് യു അപ്പാ. മനോഹരമായ നല്ല പ്രഭാതം തന്ന വലിയ പദവിക്കായി ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവേ. പ്രതീക്ഷയോടെ ഹാളിനകത്തായിരിക്കുന്ന, ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടായിരിക്കുന്ന ഓരോരുത്തരെയും നല്ല കർത്താവിന്റെ നാമത്തിൽ ഇന്ന് നടക്കുന്ന വിശുദ്ധ സഭാരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അല്പസമയത്തെ വചന ധ്യാനത്തിനായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. ഒരിക്കൽ കൂടി മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അലക്സാണ്ടറിൻ്റെയും രൂഫോസിൻ്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവൻ്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. ഒരു നിമിഷം കൂടെ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ നമുക്ക് തലകള വണങ്ങാം, പ്രാർത്ഥിക്കാം. ഒരുമിച്ച് എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ ഞങ്ങളങ്ങേ താഴ്ത്തി സമർപ്പിക്കുന്നു. അപ്പോൾ ഈ നല്ല സമയം അങ്ങയുടെ നാമമഹത്വത്തിനായി അങ്ങ് പ്രയോജനപ്പെടുത്തുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. വചനത്തിന്റെ ശക്തി അനുഭവിക്കുവാൻ സ്തോത്രം കർത്താവേ. വചനം ഞങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ദൈവിക വിടുതലുകൾ അനുഭവിക്കുവാൻ തക്കവണ്ണം ഈ നല്ല പ്രഭാതത്തിലും ഞങ്ങളെ അങ്ങ് ശക്തരാക്കി തീർക്കണമേ. ഞങ്ങളുടെ ഇഷ്ടങ്ങളല്ല അപ്പാ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് പകലിലും ഇന്നലകളിലെ പോലെ അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ പ്രവൃത്തി, അങ്ങയുടെ നാമ മഹത്വത്തിനായി ഉയരട്ടെ കർത്താവേ. അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ ഈ നല്ല പകലിൽ ഞങ്ങളെ സന്ദർശിക്കണമേ കർത്താവേ. ഭയന്നായിരിക്കുന്നവരുണ്ട്, തളർന്നിരിക്കുന്നവരുണ്ട്, മടുത്തിരിക്കുന്നവരുണ്ട്, ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യത്തോടെ ആയിരിക്കുന്നവരുണ്ട്. ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി അങ്ങ് ഇറങ്ങി വരുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. തളർച്ചകളെ മാറ്റുവാൻ, ആശ്വസിപ്പിക്കുവാൻ അങ്ങ് ഇറങ്ങി വരുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ബന്ധിക്കപ്പെട്ട, ബാധിക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ ഓർത്ത് വേദനയോടെ ഇതിനകത്തായിരിക്കുന്നവരുണ്ട് കർത്താവേ. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ ബന്ധനങ്ങളെ അഴിക്കുവാൻ, കാരാഗ്രഹത്തിന്റെ
അകത്തളങ്ങളിലേക്ക് ദൈവത്തിന്റെ ദൂതന്മാർ സഞ്ചരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഈ പകലിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ കാണുന്നു ദൂതന്മാർ തലങ്ങും വിലങ്ങും ദേശത്തിന്റെ പല ഭാഗങ്ങളിൽ ഒഴിഞ്ഞ തെരുക്കോണുകളിൽ ഭവനങ്ങൾക്കകത്ത് സഞ്ചരിക്കുന്നു. ബാധിക്കപ്പെട്ട ബന്ധിക്കപ്പെട്ട ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ, അതേ ആ ബാധിക്കപ്പെട്ട ബന്ധിക്കപ്പെട്ട നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പുറത്തു വരുന്ന അത്ഭുതത്തിന്റെ ദിവസമായി ഈ ദിവസം മാറുവാൻ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ഒരിക്കൽ കൂടി ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി വായിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 21-ാമത്തെ വാക്യം. അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവന്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. ഈ ലോകത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവി ഒരു മനുഷ്യന് ലഭിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഈ ലോകത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാമെന്നുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗ്യകരമായ മഹത്വകരമായ പദവി ഒരു മനുഷ്യന് ലഭിക്കുകയാണ്. നമ്മൾ അറിയുന്ന, അതെ, ഈ ലോകത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും അറിയുന്ന ഒത്തിരി ശ്രേഷ്ഠകരമായ മഹത്വകരമായ പദവികൾ ഉണ്ട്. രാഷ്ട്രീയക്കാർ അലങ്കരിക്കുന്ന പദവികൾ നമ്മൾ അസൂയയോടെ നോക്കാറുണ്ട്. അവരുടെ അധികാരവും അവരുടെ പേരും പെരുമയും ഒക്കെ നമ്മളെ അസൂയപ്പെടുത്താറും ഉണ്ട്, നമ്മെ ആശ്ചര്യപ്പെടുത്താറും ഉണ്ട്. അതേ, ലോക നേതാക്കൾ അലങ്കരിക്കുന്ന പദവികൾ, ലോകത്തിലെ സമ്പന്നന്മാർ അലങ്കരിക്കുന്ന പദവികൾ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളതാണ്, നമ്മൾ കൊതിച്ചിട്ടുള്ളതാണ്. എന്നാൽ കേൾക്കണമേ, ഈ പദവികളൊക്കെ നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നതാണ്, നമ്മെ ആവേശം കൊള്ളിക്കുന്നതാണ്. കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് അതേ നമ്മൾ ചിന്തിച്ച് അതിനു വേണ്ടി അധ്വാനിക്കുന്നതാണ്. എന്നാൽ ഈ പദവികൾക്കൊക്കെ ഒരു പോരായ്മകളുണ്ട്. ഈ പദവികൾ എത്ര ശ്രേഷ്ഠകരമായിരുന്നാലും, മീൻസ് ലോകം ഒരു മനുഷ്യന് കൊടുക്കുന്ന പദവി അതെത്ര ശ്രേഷ്ഠകരമായിരുന്നാലും ഒരു സമയം കഴിയുമ്പോൾ, ഒരു സീസൺ കഴിയുമ്പോൾ, ഒരു പീരീഡ് കഴിയുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത നശിച്ചു പോകും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു സമയം കഴിയുമ്പോൾ ആ പദവി ആ മനുഷ്യന്, ആർക്കാണോ ആ പദവി ലോകം സമ്മാനിക്കുന്നത്, ആ മനുഷ്യനിൽ നിന്ന് ആ പദവിയെ ലോകം തന്നെ തിരിച്ചെടുക്കും. അല്ലെങ്കിൽ പദവി അലങ്കരിച്ച മനുഷ്യനേക്കാൾ ശ്രേഷ്ഠനായ മറ്റൊരു മനുഷ്യൻ കടന്നു വന്ന് ആ പദവിയെ കൈവശമാക്കും. ലോകത്തിലെ പദവികൾ അങ്ങനെയാണ്, താൽക്കാലികമാണ്. അതൊരു ചെറിയ കാലയളവിലേക്കുള്ളതാണ്. നമുക്കറിയാം, ചരിത്ര പുസ്തകങ്ങൾ പഠിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾക്കറിയാം, രാജാവെന്ന പദവി, നമ്മുടെ ഈ രാജ്യവും നമ്മുടെ കേരളവും രാജാക്കന്മാർ ഭരിച്ചിരുന്നതാണ്. രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ രാജാവിന്റെ പേര്, പെരുമ, പ്രശസ്തി എത്ര വലുതാണ്. രാജാവിന്റെ മുൻപിൽ പോലും നിൽക്കുവാൻ ആൾക്കാർക്ക് കഴിയത്തില്ല. എന്നാൽ ഒരു പീരിയഡ് കഴിഞ്ഞപ്പോൾ, ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ രാജാവ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ചിരി വരുന്ന ഒരു സംഭവമാണ്. ആമേൻ. രാജാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നതൊരു വലിയ കാര്യമേ അല്ല. ചെസ് കളിക്കുന്ന പിള്ളേരായിരിക്കും രാജാവ് എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. രാജാവ് എന്ന പദവിയുടെ ശ്രേഷ്ഠത നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെ ലോകം അതേ അഭിമാനത്തോടെ കൊണ്ടാടിയ, ലോകം എടുത്തുയർത്തിയ ഒത്തിരി പദവികൾ വഹിച്ച മനുഷ്യരെ നമുക്ക് കാണുവാനായി കഴിയും. സ്പോർട്സിൽ കാണുവാൻ കഴിയും, രാഷ്ട്രീയത്തിൽ കാണുവാൻ കഴിയും, സ്തോത്രം, എന്റർടൈൻമെന്റ് ലോകത്തിൽ കാണുവാൻ കഴിയും. എന്നാൽ ഒരു സീസൺ കഴിയുമ്പോൾ, ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവരെക്കാൾ ശ്രേഷ്ഠർ വന്ന് ആ പദവികളൊക്കെ അവരിൽ നിന്ന് എടുത്തുകൊണ്ടു പോകും. എന്നാൽ സ്തോത്രം, കേൾക്കണമേ പ്രിയരെ, അങ്ങനെ ആർക്കും ഒരിക്കലും എടുത്ത് മാറ്റുവാൻ കഴിയാത്ത, സ്തോത്രം, നഷ്ടപ്പെട്ടു പോകാത്തൊരു പദവി ഒരു മനുഷ്യന് ലഭിച്ചു. അതേക്കുറിച്ചാണ് ആ വാക്യത്തിൽ കാണുവാനായി കഴിയുന്നത്. ശ്രേഷ്ഠമായ പദവി, ഉന്നതമായ പദവി, അതേ ക്രൂശ് ചുമക്കുന്നവന്റെ പദവി. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ക്രൂശ് ചുമക്കുന്നവന്റെ പദവി, ക്രിസ്തീയ ജീവിതം അഥവാ ക്രിസ്തുവിനൊപ്പമുള്ള ജീവിതം എന്നെ കേൾക്കുന്ന പ്രിയരെ, അതൊരു പദവി തന്നെയാണ്. ആ പദവിയുടെ ശ്രേഷ്ഠത, സ്തോത്രം, എത്രത്തോളം എന്ന് ഒരിക്കൽ, സ്തോത്രം, ഒരു മനുഷ്യൻ, ഈ ലോകത്തിൽ ഉന്നത പദവിയുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ പേര് ഡൊമീഷ്യൻ എന്നാണ്. ശ്രദ്ധിക്കണമേ, ആ ഉന്നതമായ ശ്രേഷ്ഠമായ പദവിയുള്ള മനുഷ്യന്റെ പേര് ഡൊമീഷ്യൻ എന്നാണ്. ആ മനുഷ്യന്റെ പദവി ചക്രവർത്തി പദവിയാണ്. ഇന്നല്ല പണ്ട് ചക്രവർത്തിമാർ ലോകം തന്നെ കീഴടക്കി ഭരിച്ച് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മനുഷ്യനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന കാലം, അല്ലെങ്കിൽ മനുഷ്യനെ ഭരിച്ചു കൊണ്ടിരുന്ന കാലം. ആ കാലത്തിൽ ചക്രവർത്തി എന്ന പദവിയുള്ള ഡൊമീഷ്യൻ എന്നുള്ളൊരു വ്യക്തി മറ്റൊരു പദവിയുള്ള, അഥവാ ക്രിസ്ത്യാനി എന്ന പദവിയുള്ള ഒരു ഭക്തനോട് ചോദിച്ചു, ഹേയ് മനുഷ്യ, നിന്റെ ക്രിസ്ത്യാനി എന്ന പദവി നീ ഉപേക്ഷിക്കുവാൻ തയ്യാറാണോ? നീ ആ പദവി ഉപേക്ഷിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിനക്ക് ഞാൻ ഉയിർപ്പിച്ചു തരാം, അഥവാ നിനക്ക് ഞാൻ നിന്റെ ജീവനെ ഭിക്ഷയായി തരാം. ആമേൻ.
ഈ ലോകത്തിലെ പദവിയുള്ള മനുഷ്യൻ ക്രിസ്തീയ വിശ്വാസി അഥവാ ക്രിസ്തീയ ജീവിതമുള്ള ആ പദവി അലങ്കരിക്കുന്ന മനുഷ്യനോട് പറയുകയാണ്, നീ നിന്റെ ആ പദവിയെ വേണ്ടെന്ന് വെച്ചാൽ, ക്രിസ്തുവിനൊപ്പമുള്ള ജീവിതം വേണ്ടെന്ന് വെച്ചാൽ, നിനക്ക് ഞാൻ ഉയിർപ്പിച്ചു തരാം, നിന്റെ ജീവനെ ഞാൻ ഭിക്ഷയായി തരാം. ആ മനുഷ്യൻ, ക്രിസ്തീയ ജീവിതം എന്ന പദവിയുള്ള മനുഷ്യൻ, ആ മനുഷ്യന്റെ പേർ യോഹന്നാൻ. യേശു ഏറെ സ്നേഹിച്ച മനുഷ്യൻ. ആ മനുഷ്യൻ മടിക്കാതെ മിടിക്കാതെ ആ രാജാവിനോട് ശ്രേഷ്ഠ പദവി അലങ്കരിക്കുന്ന ഡൊമീഷ്യനോട് പറഞ്ഞു, രാജാവേ, നിന്റെ ഉയർപ്പിച്ച എനിക്ക് വേണ്ട, എൻ്റെ പദവി എനിക്ക് മതി. നിന്റെ ഉയർപ്പിച്ചയേക്കാൾ നീ എനിക്ക് ഈ ലോകത്തിൽ ശിഷ്ടകാലം ജീവിക്കുവാൻ തരുന്ന അവസരത്തെക്കാൾ ശ്രേഷ്ഠമാണ് ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടി അതെ ജീവിച്ച ഇന്നയോളം എന്നെ നടത്തിയ കർത്താവിനോടൊപ്പം തന്നെ മരിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ എന്താണ് നടന്നത്? അത് ചരിത്രമാണ്. രാജാവ് കൽപ്പന കൊടുത്തു. ഉടനെ കിങ്കരന്മാർ വന്നു. ഒരു വലിയ സ്തോത്രം ഇരുമ്പ് ചട്ടി കൊണ്ടുവന്ന് അതിൽ എണ്ണ വീത്തി തിളപ്പിക്കുവാനായി തുടങ്ങി. അന്നത്തെ ഏറ്റവും പ്രാകൃതമായ ക്രൂരമായ ശിക്ഷ, ആ തിളച്ച എണ്ണയിലിട്ട് ഈ ഭക്തനെ, ക്രിസ്തീയ വിശ്വാസി ഭക്തൻ, അതെ ആ പദവിയുള്ള മനുഷ്യനെ വറുത്തെടുക്കുക. അതിനായിട്ട് യോഹന്നാനെ കൊണ്ടുവന്ന് തിളച്ച എണ്ണയിൽ മുക്കി. എന്നാൽ കേൾക്കണമേ, ഈ ലോകത്തിലെ പദവിയുള്ള ശ്രേഷ്ഠ പദവിയുള്ള ചക്രവർത്തി ദാനമായി കൊടുക്കാമെന്ന് പറഞ്ഞ തന്റെ ഉയിരിനെ സ്വർഗത്തിലെ ദൈവം അവകാശമായി കൊടുത്തു. ആമേൻ. എണ്ണ എത്ര തിളച്ചിട്ടും എത്ര ചൂട് കയറിയിട്ടും യോഹന്നാന്റെ ദേഹത്തെ പൊള്ളിപ്പിക്കുവാൻ, അവന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ പ്രാണനെ അടർത്തി മാറ്റുവാൻ ആ തീക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഈ പകലിലും തിരിച്ചറിയൂ, ഇതൊരു പദവിയാണ്. ലോകത്തിലെ അധികാരത്തിനോ ഉന്നതന്മാർക്കോ ശ്രേഷ്ഠന്മാർക്കോ നിന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തേയില്ല. നീ അവരുടെ ആലോചനകൾക്ക് മുമ്പിൽ മുട്ടുകുത്തത്തില്ല. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നീ ആരുടെ മുമ്പിൽ ഭിക്ഷയ്ക്കായി കൈ നീട്ടേണ്ടി വരത്തില്ല. ആരുടെ മുമ്പിൽ യാചനാഭാവത്തിൽ നിൽക്കേണ്ടി വരത്തില്ല. നീ ഭക്തനായതുകൊണ്ട് എന്റെ ദൈവം നിനക്ക് അവകാശമായി, ഓ താങ്ക് യു ലോർഡ്, ലോകം നിനക്ക് ഭിക്ഷയായി തരാമെന്ന് പറയുന്നത് ഒരിക്കൽ കൂടി സന്തോഷത്തോടെ കേൾക്കണമേ. ലോകം നിങ്ങൾക്ക് ഭിക്ഷയായി തരാമെന്ന് പറയുന്നത് സർവശക്തനായ ദൈവം നിങ്ങൾക്ക് അവകാശമായി തരും. അതേ സഹോദര, ലോകം ഓഫർ ചെയ്യുന്നുണ്ടായിരിക്കാം, എന്നാൽ കേൾക്ക്, ദൈവം നിനക്ക് അതേ ഭിക്ഷയായല്ല, ആ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, എല്ലാ അന്ധകാര മണ്ഡലങ്ങളും അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ നാമത്തിൽ ശുശ്രൂഷ വെളിപ്പെടുന്നതിന് തടസ്സമായി ഓ ദേശാന്തരീയ വ്യാപാര പോരുകൾ അഴിയട്ടെ അഴിയട്ടെ അഴിയട്ടെ. വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ വ്യാപാരങ്ങളും ഇന്ന് ചിലത് പുറത്തു വരുവാനുണ്ട്. ബന്ധിക്കപ്പെട്ട ചിലത്, കെട്ടപ്പെട്ട ചിലത്, പലരുടെയും മുമ്പിൽ ഭിക്ഷയ്ക്കായി കൈ നീട്ടി നിൽക്കുന്ന ചിലത്, നീണ്ട വർഷങ്ങളായി, അതേ കേൾക്ക്, നീണ്ട വർഷങ്ങളായി പലതിനായും യാചിച്ചു നിൽക്കുന്ന ചിലരെ കർത്താവിന് അധികാരത്തോടെ നിലനിർത്തുവാൻ ഓ യെസ് യേശുവിൻ നാമത്തിൽ അവകാശമായി അതേ സഹോദര, ആ നല്ല ജോലി അവകാശമായി തന്ന് എന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ പോകുക. അതേ കേൾക്കണമേ, ആ നല്ല ജോലി ആ നല്ല തൊഴിൽ അവകാശമായി തന്ന് പലരുടെ മുമ്പിൽ കൈനീട്ടി പല വാതിലുകളിലും മുട്ടി പലരോടും ഫോൺ ചെയ്ത് അഭ്യർത്ഥിച്ചായിരിക്കുന്ന ആ നല്ല ജോലി അവകാശമായി തന്ന് നിന്റെ കുടുംബം പോറ്റുവാൻ കഴിയുന്ന, നിന്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആ നല്ല ജോലി അവകാശമായി യേശുവിൻ നാമത്തിൽ അവകാശമായി തന്ന് എന്റെ ദൈവം നിന്നെ മാനിക്കുവാൻ പോകുക. നീ വിശ്വാസിയായതുകൊണ്ട് ആ ശ്രേഷ്ഠ പദവിയുള്ള നിനക്ക് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, അതെ നല്ല കുടുംബജീവിതം എന്റെ ദൈവം തരും. നല്ല മക്കളെ എന്റെ ദൈവം തരും. ആരോഗ്യം ദൈവം തരും. രോഗിയായി എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ആരോഗ്യത്തെ എന്റെ ദൈവം തിരികെ തന്ന് യേശുവിൻ നാമത്തിൽ നല്ല ശുശ്രൂഷ. മടുത്തായിരിക്കുക, ഒത്തിരി പേരുടെ മുമ്പിൽ കൈനീട്ടി ശുശ്രൂഷയുടെ വഴി തുറക്കുവാൻ, വാതിൽ തുറന്നു കിട്ടുവാൻ ഒത്തിരി പേരുടെ മുമ്പിൽ കൈനീട്ടി ആയിരിക്കുന്ന പ്രിയരെ, തിരിച്ചറിയണമേ, നല്ലത് എന്റെ ദൈവം തന്ന് അതേ ലോകം ഭിക്ഷയായി തരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് യാചനയോടെ നിങ്ങളായിരിക്കുന്നത്. എവിടെ നിന്ന്, ആരിൽ നിന്ന് അത് കിട്ടും? എന്നാൽ നീ വഹിക്കുന്ന ശ്രേഷ്ഠ പദവിയുണ്ടല്ലോ, അത് നിനക്ക് ഉത്തരമായി നൽകുമാറാക്കും. ഒരിക്കൽ കൂടി പറയട്ടെ, അത് നിനക്ക് ഉത്തരമായി നൽകുമാറാക്കും. മനുഷ്യരുടേതാകട്ടെ പിശാചിന്റേതാകട്ടെ ഒരു അധികാരവും നിന്നെ ജയിക്കത്തേ ഇല്ല. ആമേൻ. യോഹന്നാന്റെ പദവി ഈ ലോകത്തിന്റെ ശ്രേഷ്ഠ പദവി അലങ്കരിക്കുന്ന ഡൊമീഷ്യന്റെ പദവിക്ക് കീഴ്പ്പെട്ടില്ല എങ്കിൽ ഈ ലോകത്തിന്റെ മനുഷ്യന്റെ അധികാരത്തിന് നിന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. പിശാചിന്റെ അധികാരത്തിന് നിന്നെ
നിന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. നിനക്ക് വിരോധമായി നിൽക്കുന്ന മനുഷ്യന്റെ അധികാരത്തിനും അവന്റെ ആൾബലത്തിനും അവന്റെ കയ്യൂക്കിനും അവന്റെ സ്തോത്രം ഹല്ലേലൂയ അവന്റെ ആലോചനകൾക്കും നിന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തേ ഇല്ല. അതിനർത്ഥം അവർ നിങ്ങളോട് എതിർത്ത് നിൽക്കുക ഇല്ല എന്നല്ല, നിങ്ങൾക്ക് ശത്രുക്കൾ ഇല്ല എന്നല്ല, അവർ എതിർത്ത് നിൽക്കും. ലോകത്തിൽ ആരോട് എതിരെ നിൽക്കുന്നതിലും അധികമായി പിശാച് നിങ്ങൾക്കെതിരായി നിൽക്കും. അതേ മനുഷ്യർ നിങ്ങൾക്ക് എതിരായി നിൽക്കും. അതേ പൈശാചിക മണ്ഡലങ്ങൾ നിങ്ങളെ തകർക്കുവാൻ നിൽക്കും. എന്നാൽ കേൾക്കണമേ, സ്തോത്രം, നിന്റെ പദവി നിന്നെ ജയിക്കുമാറാക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ നീ ജയിക്കത്തില്ല. എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ ശത്രുക്കൾ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ അവർ ജയിക്കത്തില്ല. നിന്റെ തലമുറകൾക്ക് വിരോധമായി ദേശത്തിൽ എഴുന്നു വരുന്ന ശത്രുക്കൾ യുദ്ധം ചെയ്യും. നീ വഹിക്കുന്ന പദവി അവരെ പരാജയപ്പെടുവാൻ അനുവദിക്കത്തേ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. നോക്കിയേ, ആ ഭാഗത്തിലേക്ക് പിന്നെയും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ആമേൻ, സ്തോത്രം. യോഗ്യന്മാർ ഒത്തിരി പേര് ഉള്ള സ്ഥാനത്ത് ഒരു യോഗ്യതയും ഇല്ലാത്തവന് ആ ശ്രേഷ്ഠമായ പദവി ലഭിക്കുകയാണ്. യോഗ്യന്മാർ ഒത്തിരി പേരുണ്ട്, യഹൂദന്മാർ ഒത്തിരി പേരുണ്ട്. യേശു ക്രൂശുമായി ഗോൽഗോഥാവിലേക്ക് കടന്നു പോകുമ്പോൾ ചുറ്റും യഹൂദന്മാരുടെ വലിയൊരു കൂട്ടം തന്നെയുണ്ട്. യേശുവിനെ സ്നേഹിക്കുന്നവന്മാരുടെ വലിയൊരു കൂട്ടമുണ്ട്, സ്നേഹിക്കുന്ന സഹോദരിമാരുടെ വലിയ കൂട്ടമുണ്ട്, സ്നേഹിക്കുന്ന കൊച്ചുമക്കളുടെ വലിയ കൂട്ടമുണ്ട്. തീർന്നില്ല. യേശുവിന്റെ അത്ഭുതങ്ങൾ കണ്ട് ദാവീദിൻ പുത്രൻ ഹോശന ഹോശന എന്ന് ആർത്ത് വിളിച്ചവരുടെ ഒത്തിരി വലിയ കൂട്ടമുണ്ട്. ഇങ്ങനെ വലിയൊരു കൂട്ടം, യോഗ്യന്മാരായ വലിയൊരു കൂട്ടം നിൽക്കുമ്പോൾ ഒരു യോഗ്യതയുമില്ലാത്തവനെ ദൈവം ആ പദവി നൽകി ആദരിക്കുകയാണ്. ഈ പകലിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ കേൾക്കുന്ന നിങ്ങളോടായി വിളിച്ചു പറയട്ടെ, യോഗ്യന്മാരെ മാറ്റി നിർത്തി യോഗ്യതയില്ല എന്ന് പറഞ്ഞ് നിരാശയോടെ വേദനയോടെ ആയിരിക്കുന്ന നിന്നെ എന്റെ ദൈവം പ്രയോജനപ്പെടുത്തുവാൻ പോകുക. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യോഗ്യന്മാരെ മാറ്റി നിർത്തി, ഉന്നതന്മാരെ മാറ്റി നിർത്തി, ശ്രേഷ്ഠന്മാരെ മാറ്റി നിർത്തി. ഞങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യുവാൻ കഴിയത്തുള്ളൂ, ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു തൊഴിലുണ്ടാകത്തുള്ളൂ, ഞങ്ങളുടെ കുടുംബം മാത്രമേ ഇങ്ങനെ ദേശത്തിൽ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ, ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രമേ ദേശത്തിൽ പേരും പെരുമയും നിലനിൽക്കത്തുള്ളൂ എന്ന് പറയുന്ന, നിന്നെ കൊണ്ട് നിന്റെ കുടുംബത്തിന് അതിൽ കഴിയത്തില്ല എന്ന് പറയുന്ന യോഗ്യന്മാരെ മാറ്റി നിർത്തി മനുഷ്യരുടെ കണ്ണിൽ ഒരു യോഗ്യതയുമില്ലാത്ത നിന്നെ എന്റെ യേശു ഉയർത്തുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. യോഗ്യന്മാരെ മാറ്റി നിർത്തി യോഗ്യതയില്ലാത്ത നിനക്ക് അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ നൽകി എന്റെ ദൈവം മാനിക്കുവാൻ പോകുക. യോഗ്യന്മാരെ മാറ്റി നിർത്തി അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ എന്റെ ദൈവം നിന്റെ ഭവനത്തിനകത്ത് തരുവാൻ പോകും. ഓ താങ്ക് യു ലോർഡ്. അങ്ങനെയുള്ള വിവാഹം, അങ്ങനെയുള്ള കുടുംബ ജീവിതം നിന്റെ മക്കൾക്ക് നടക്കത്തില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നുവോ? കേൾക്ക്, യോഗ്യതയുണ്ടെന്ന് പറയുന്ന അനേകരെ മാറ്റി നിർത്തി എന്റെ യേശു നിന്നെ മാനിക്കുവാൻ പോകുക. യോഗ്യന്മാർ മാറി നിൽക്കും. ഓ താങ്ക് യു ലോർഡ്. നിനക്ക് കിട്ടിയിരിക്കുന്ന പദവി, വിശ്വാസി എന്ന പദവി, ക്രിസ്തീയ ജീവിതമുള്ളവൻ എന്ന പദവി യോഗ്യന്മാരെ മാറ്റി നിർത്തിപ്പിക്കും, യോഗ്യന്മാരെ മാറ്റി നിർത്തിപ്പിക്കും. അതെ, യോഗ്യന്മാരെ മാറ്റി നിർത്തി. എന്നെ കേൾക്കുന്ന കുഞ്ഞുമക്കളെ, നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ, നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ യോഗ്യന്മാരെ മാറ്റി നിർത്തി എന്റെ ദൈവം നിന്നെ മാനിക്കും. അല്ലെങ്കിൽ യോഗ്യന്മാർക്ക് എത്തുവാൻ കഴിയാത്ത സ്ഥാനത്തേക്ക് എന്റെ ദൈവം നിന്നെ എടുത്തുയർത്തും. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, യോഗ്യന്മാർക്ക് എത്തുവാൻ കഴിയാത്ത സ്ഥാനത്തേക്ക് എൻ്റെ ദൈവം നിങ്ങളെ എടുത്ത് ഉയർത്തും. അതിന് ഏറ്റവും നല്ലൊരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ദൂത് നിങ്ങളുമായി കൈമാറുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒരു അപ്പൻ തൻ്റെ മകനെ അനുഗ്രഹിക്കുകയാണ്. അപ്പൻ്റെ പേര് യാക്കോബ്. അനുഗ്രഹം സ്വീകരിക്കുന്ന, അനുഗ്രഹം റിസീവ് ചെയ്യുന്ന മകൻ്റെ പേര് യോസേഫ്. യോസേഫിനോട് യാക്കോബ് പറയുക, സ്തോത്രം, യാക്കോബ് എന്ന അപ്പൻ പറയുകയാണ്, യോസേഫേ, നീ ഫലപ്രദമായൊരു വൃക്ഷം. ആമേൻ. നിന്റെ കൊമ്പുകൾ മതിലിന് മീതെ പടരുന്നു. രണ്ട് കാര്യങ്ങൾ അവിടെ നിങ്ങൾ തിരിച്ചറിയുക. ഒന്നാമതായി ഭക്തന്റെ വളർച്ച, രണ്ടാമതായി മതിൽ, കെട്ടിടം. ഈ വാക്ക് നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് ലോക ചരിത്രം വിളിച്ചു പറയുന്ന ഒരു ശബ്ദം കേൾക്കുവാൻ കഴിയും. വാസ്തുവിദ്യയിൽ നിപുണന്മാരായ ഈജിപ്ഷ്യൻസ് അഥവാ മിസ്രീമിയർ, അവർ കെട്ടി ഉയർത്തിയ, സ്തോത്രം, പിരമിഡുകളും അവർ കെട്ടി ഉയർത്തിയ രാജാക്കൾ
രാജാക്കന്മാരുടെ കല്ലറകളും ഇന്നും ചരിത്രമായി നിലനിൽക്കുന്നു. അതുപോലൊന്നും ആർക്കും കെട്ടി ഉയർത്തുവാൻ കഴിയത്തില്ല. ഇന്നും കോടിക്കണക്കിന് സ്തോത്രം ലക്ഷം കോടി രൂപ വില വരുന്ന അമൂല്യമായ വസ്തുക്കൾ ഫറവോന്മാരുടെ കല്ലറയായ പിരമിഡുകൾക്കകത്തുണ്ട്. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. നൂറ്റാണ്ടുകൾ ഇത്ര കഴിഞ്ഞിട്ടും അതിനകത്ത് നിന്ന് അത് മുഴുവനായി മോഷ്ടിച്ചെടുക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അത്രമാത്രം നിർമ്മാണ വിദ്യയിൽ ശ്രേഷ്ഠന്മാരായവർ, ഒരിക്കൽ കൂടി പറയട്ടെ, അത്രമാത്രം നിർമ്മാണ വിദ്യയിൽ ശ്രേഷ്ഠന്മാരായവർ. അവർ മരിച്ച ഒന്നിനു മുകളിൽ അങ്ങനെ കെട്ടി ഉയർത്തിയെങ്കിൽ ജീവിച്ചിരിക്കുന്നതിന്റെ മുകളിൽ എത്രത്തോളം കെട്ടി ഉയർത്തും? അങ്ങനെ അവർ കെട്ടുന്ന മതിലുകൾക്ക് മുകളിൽ വളരുവാൻ തക്കവണ്ണം എത്ര ശ്രേഷ്ഠനായിരുന്നാലും നിന്റെ വിരോധി, നിനക്ക് എതിരായി നിൽക്കുന്നവൻ നിന്നെ ഏത് വിധത്തിൽ ഒതുക്കി കളയുവാൻ തക്കവണ്ണം മതിൽ കെട്ടി നിന്നെ ഒതുക്കിയാലും അതിന് മുകളിൽ വളരുവാൻ യേശുവിൻ നാമത്തിൽ ശ്രേഷ്ഠ പദവി, ക്രിസ്ത്യാനി എന്ന പദവി, വിശ്വാസി എന്ന പദവി. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആ മതിലിന് മുകളിൽ പിരമിഡുകൾ പണിത് ഇന്നും ഈ 21ാം നൂറ്റാണ്ടിലെയും ശാസ്ത്ര കുതുകികളായ മനുഷ്യനെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മിസ്രീമ്യൻ കെട്ടുന്ന മതിലിന് മുകളിൽ വളരുവാൻ തക്കവണ്ണം യോസേഫിനെ ക്രിസ്ത്യാനി എന്ന വിശ്വാസി എന്ന പദവി അനുഗ്രഹിച്ചു എങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ശത്രു കെട്ടി ഉയർത്തുന്ന കെട്ടുപണികളെ കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. അതിനു മുകളിൽ നിങ്ങൾക്കൊരു വളർച്ചയുണ്ട്. അതിനു മുകളിൽ നിങ്ങൾക്കൊരു വളർച്ചയുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കുക, ദൈവമേ, നീ എന്നെ എത്രത്തോളം വളർത്തും? നീ എന്നെ എത്രത്തോളം ഉയർത്തും? നീ എന്നെ എവിടെ വരെ എത്തിക്കും? ആമേൻ. ദൈവം തിരിച്ചു പറയും, നിന്റെ ശത്രു എത്രത്തോളം ഉയരത്തിൽ മതിൽ കെട്ടുന്നുവോ അതിന് മുകളിൽ നിന്നെ ഞാൻ വളർത്തും. ഓ താങ്ക് യു ലോർഡ്. നിനക്ക് വിരോധമായി നിൽക്കുന്നവർ എത്രത്തോളം ഉയരത്തിൽ നിന്നെ ഒതുക്കുവാൻ കെട്ടുപണികൾ നടത്തുന്നുവോ അതിന് മുകളിൽ നിന്നെ ഞാൻ വളർത്തും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാതാവേ, നിന്റെ തലമുറകളെ ഒതുക്കി കൂട്ടുവാൻ അവർ പുറത്തു വരരുതെന്ന് പറഞ്ഞ് അവരുടെ വിദ്യാഭ്യാസം, ഭാവി, അനുഗ്രഹം നശിപ്പിച്ചു കളയുവാൻ കെട്ടുപണികൾ നടത്തുന്നവർ, ആർക്കും ഫലിക്കുവാൻ കഴിയാത്ത കെട്ടുപണികൾ നടത്തുന്നവർ, ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ആ കെട്ടുപണിക്കകത്ത് ഒടുങ്ങിപ്പോയ ഒത്തിരി യൗവനക്കാരെ, ഒത്തിരി സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് ദേശത്തിൽ കാണുവാൻ കഴിയും. ശത്രു മതിൽ കെട്ടി തുടങ്ങുമ്പോൾ ചങ്ക് കത്തി നിലവിളിക്കും, അയ്യോ ദൈവമേ, എന്റെ തലമുറകൾ പെട്ടുപോയല്ലോ, അവർക്ക് ഇനി പുറത്തു വരുവാൻ കഴിയത്തില്ലല്ലോ. കേൾക്ക്, അവർ എത്രത്തോളം ഉയരത്തിൽ മതിൽ കെട്ടുമോ അതിനും ഉയരത്തിൽ നിന്റെ തലമുറയെ എന്റെ ദൈവം വളർത്തും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ ശത്രു എത്ര പ്രബലനാണോ, നിന്റെ തലമുറകളുടെ ശത്രു എത്ര പ്രബലനാണോ അതിന് മുകളിൽ നിങ്ങളെ വളർത്തുന്ന ഒരു ദൈവം. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം, ദൈവദാസനെ, നിങ്ങൾ പറഞ്ഞു കുറേനക്കാരനായ ശീമോന് ലോകത്തിൽ ആർക്കും ലഭിക്കാത്ത ശ്രേഷ്ഠ പദവി ലഭിച്ചു. അത് ശരിയാണ്, ഞങ്ങൾക്കും ആ പദവി തന്നെയാണോ ലഭിച്ചിരിക്കുന്നത്? ആമേൻ. കുറേനക്കാരനായ ശീമോന് ലഭിച്ച പദവി തന്നെയാണോ ഞങ്ങൾക്കും ലഭിച്ചിരിക്കുന്നത്? ഉത്തരം അതേ എന്ന് തന്നെ. ക്രിസ്തീയ ജീവിതം അത് ക്രൂശിനൊപ്പമുള്ള ജീവിതമാണ്. ആമേൻ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ക്രിസ്തീയ ജീവിതം അത് ക്രൂശിനൊപ്പമുള്ള ജീവിതമാണ്. പറഞ്ഞത് ഞാനല്ല, നിങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെ, അതേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായി കഴിയും. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആമേൻ. തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. വായിച്ച് നിങ്ങൾ കേട്ട വാക്യത്തിൽ നിന്ന് ഒരു വാക്ക് അല്പമായി നിങ്ങളുമായി വിവരിച്ചു പറഞ്ഞ് ചിന്തയിലേക്ക് പിന്നെയും മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ത്യജിക്കുക. ആമേൻ. എന്താണ് അവിടെ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്ക്? തന്നെ താൻ ത്യജിക്കുക, അല്ലെങ്കിൽ ത്യാഗം ചെയ്യുക, സാക്രിഫൈസ് ചെയ്യുക. സാക്രിഫൈസ് എന്ന വാക്കുമായി നിങ്ങൾ വേദപുസ്തകത്തിലേക്ക്, ഇംഗ്ലീഷ് ബൈബിളും എടുത്ത് വേദപുസ്തകത്തിലേക്ക് പോയാൽ ഉൽപ്പത്തി പുസ്തകം മുതൽ സാക്രിഫൈസ് എന്ന വാക്ക് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. യാഗമാണ് സാക്രിഫൈസ്. ആമേൻ. ത്യാഗം, അത് യാഗമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യാഗത്തിന് ഒരു പേരേ ഉള്ളൂ, അത് പ്രാർത്ഥനയാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അതേ, സ്തോത്രം. ത്യജിക്കുന്നതാണ് പ്രാർത്ഥന. ഓ താങ്ക് യു ലോർഡ്. എങ്ങനെ തന്നെ താൻ ത്യജിക്കുന്നതാണ് പ്രാർത്ഥന. നമ്മെ തന്നെ ത്യജിക്കുന്നതാണ്, നമ്മെ തന്നെ വേണ്ട എന്ന് വെച്ച് ഇട്ടുകളയുന്നതാണ്. എവിടെ? ലോകത്തിലല്ല. നമ്മൾ അങ്ങനെ ഇട്ടുകളഞ്ഞവരാണ്. ഭാര്യ ഭർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നു, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾ അമ്മയപ്പന്മാർക്ക് വേണ്ടി എന്ന് അമ്മയപ്പന്മാർക്ക് ആഗ്രഹിക്കാം, അങ്ങനെ അല്ലെങ്കിലും അമ്മയപ്പന്മാർ മക്കൾക്ക് വേണ്ടി, അത് സത്യമാണ്. ഇങ്ങനെ നമ്മൾ ലോകത്തിലുള്ള പലതിലേക്കും നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കുകയാണ്. നമ്മെ തന്നെ സമർപ്പിച്ചിട്ടാണ്
നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ആമേൻ, ഒരു ഭക്തന്റെ ജീവിതം ലോകത്തിന് സമർപ്പിക്കപ്പെട്ടതല്ല, പിന്നെയോ യേശുവിന് സമർപ്പിക്കപ്പെട്ടതാണ്. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, നമ്മെ തന്നെ അറിഞ്ഞുകൊണ്ട് നമ്മൾ യേശുവിന് സമർപ്പിക്കുവാനായി തയ്യാറാകുക. കേരളത്തിലെ അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ, അദ്ദേഹം ആ സാക്ഷ്യം പൊതുവേദിയിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. ചുരുക്കം കാലഘട്ടം കൊണ്ട് ലോകം മുഴുവൻ സഭകളുള്ള, ഒത്തിരി വിശ്വാസികളുള്ള, കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുന്ന മനുഷ്യൻ. നിങ്ങൾക്കറിയാമല്ലോ, 2 വർഷത്തിന് മുമ്പ് എനിക്ക് തൊണ്ടയിൽ വന്നതുപോലെ ഒരു മുഴ. സ്തോത്രം. അദ്ദേഹത്തിന് അത് 4 പ്രാവശ്യം വന്നു. 4 പ്രാവശ്യം. ഒരു പ്രാവശ്യം വന്നപ്പോൾ തന്നെ നമ്മൾ അനുഭവിച്ചത് നമുക്കറിയാം. 4 പ്രാവശ്യം വന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചേ. നമ്മൾ തിരുവനന്തപുരത്ത് ചികിത്സിച്ചു, പുള്ളി കാനഡയിലൊക്കെ ചികിത്സിച്ചു. അത്രത്തോളം ദൈവം അനുഗ്രഹിച്ച മനുഷ്യൻ. അതെ, കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. ആമേൻ. ലജ്ജിച്ചു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. 4ാമത്തെ തവണയൊക്കെ ആയപ്പോൾ തന്നെ ഡോക്ടർമാർ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി പ്രസംഗിക്കരുത്. ആമേൻ, ഇത് നിങ്ങൾക്ക് ദോഷമാണ്, ഇനി സർജറി ചെയ്യുവാൻ കഴിയത്തില്ല. ഓരോ തവണയും ഈ മനുഷ്യൻ അത് കേട്ടു വിട്ടു. 1 ആയി, 2 ആയി, 3 ആയി, 4 ആയി. 4ാമത്തെ തവണ ആയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബവും ഒക്കെ പറഞ്ഞു, ഇനി ഇത് റിസ്ക് ആണ്. എന്നാൽ ചില ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പിന്നെയും ശുശ്രൂഷിക്കുന്നത്, പിന്നെയും പ്രസംഗിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ മറ്റൊരു സുഹൃത്തിനോട് വിളിച്ച് ഞാൻ ചോദിച്ചു, ഈ ദേവദാസൻ എങ്ങനെയാണ് ഇത്രത്തോളം ഭയപ്പെടുന്ന അവസ്ഥയിലും തൻ്റെ ശരീരം തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന, തൻ്റെ ശബ്ദം തന്നെ ഒരുപക്ഷേ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന അവസ്ഥയിലും അതേ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിക്കുവാൻ, തൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനായി താൻ മടികൂടാതെ ഇറങ്ങി നിൽക്കുന്നത്? ആ സുഹൃത്ത് പറഞ്ഞത് ഇതാണ്, പ്രിയ ദൈവദാസനെ, ഞങ്ങൾ ഈ കാര്യം അദ്ദേഹത്തോട് ചോദിച്ചതാണ്. 1ാം തവണയും 2ാം തവണയും 3ാം തവണയും 4ാം തവണയും ഞങ്ങൾ ചോദിച്ചു. അതെ, ഞങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, സ്തോത്രം, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നത്, ആമേൻ, സ്തോത്രം, എൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ അത് ആദ്യകാലത്തായിരുന്നു. ആമേൻ, ആദ്യകാലത്ത് ഞാൻ പ്രസംഗിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലത് യേശുവിന് കൊടുക്കുവാൻ വേണ്ടിയാ. എൻ്റെ ശബ്ദമാണ് യേശുവിന് വേണ്ടി കൊടുക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ലത്. അതെനിക്ക് നഷ്ടപ്പെട്ടാലും അതുള്ളത് വരെ ഞാൻ പ്രസംഗിച്ചു കൊണ്ടേയിരിക്കും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലത് എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കത്തില്ല, എൻ്റെ മക്കൾക്ക് കൊടുക്കത്തില്ല, എൻ്റെ കുടുംബത്തിന് കൊടുക്കത്തില്ല, അത് എൻ്റെ യേശുവിന് നൽകും. അതാണ് സമർപ്പണം, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ജീവിതം, ക്രിസ്തീയ ജീവിതം. അതാണ് പ്രിയരേ, തന്നെ താൻ ത്യജിക്കുവാൻ നമ്മൾ തയ്യാറാകുക. നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ നമ്മൾ തയ്യാറാകുക. സമർപ്പിതമായൊരു ജീവിതം നിങ്ങൾക്കുണ്ടെങ്കിൽ ഭാഗ്യകരമായ ആ പദവി നിങ്ങൾക്കുണ്ട്. പലപ്പോഴും ഇവിടെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയേക്കാവുന്ന ഒരു വിഷയമുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നു, നമ്മൾ ദൈവത്തോട് പലതും അപേക്ഷിക്കുന്നു, നമുക്ക് പലതും ദൈവം തരുന്നു. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറമായിട്ട് തരുന്നു, ചിലപ്പോൾ നമുക്ക് ചോദിക്കുന്നതിനപ്പുറമായിട്ട് കിട്ടുന്നു. അങ്ങനെ ഒത്തിരി കിട്ടുമ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ ശരിയായ വിശ്വാസിയാണ്, എനിക്ക് കിട്ടിയത് കൊണ്ട്, ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ ശരിയായ വിശ്വാസിയാണ്. അങ്ങനെ ഉള്ളവർ ഒരു നിമിഷം ചിന്തിക്കുക, അങ്ങനെയാണെങ്കിൽ അംബാനി ആയിരിക്കും ശരിയായ വിശ്വാസി. മകന്റെ കല്യാണത്തിന് വേണ്ടി 100 200 അല്ല 1000 കോടി ചിലവഴിക്കുവാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യനാണ്. അപ്പോൾ എന്തെങ്കിലും കിട്ടുന്നതാണോ നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ ആവശ്യവുമായി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ വിശ്വാസികളെന്ന് വിളിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ ആ പദവിയിലായിരിക്കുന്നു എന്ന് തിരിച്ചറിയേണ്ടത്? നോക്കൂ, ഇവിടെ വേദപുസ്തകത്തിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മൾ ശരിയായ വഴിയിലാണോ? നോക്കാം, മത്തായിയുടെ സുവിശേഷം 6ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല. രഹസ്യവും പരസ്യവും, അതാണ് അവിടുത്തെ വാക്യത്തിൻ്റെ ഒരു വിഷയം. രഹസ്യത്തിൽ ഭിക്ഷ കൊടുക്കുന്ന മനുഷ്യന് സ്വർഗത്തിൽ പ്രതിഫലമുണ്ടെന്നാണ് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരസ്യത്തിൽ ഭിക്ഷ കൊടുത്താൽ അതിൻ്റെ മഹത്വം കിട്ടിപ്പോയി. എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ ഒരാളിന് ഒരു ഭിക്ഷ കൊടുക്കുന്നു എന്ന് വെച്ച്, ഞാൻ ഭിക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി, കുടുംബക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി അയാൾക്ക് കൊടുത്താൽ എനിക്കിവിടെ തന്നെ കിട്ടി, സ്വർഗത്തിലൊന്നും കിട്ടത്തില്ല. ഇതാണ് ആ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം ഇതാണ്. ഇവിടെ നമുക്ക് എന്തിനെങ്കിലും പ്രാർത്ഥിച്ച് നമ്മൾ ആവശ്യത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രതിഫലം കിട്ടിയെങ്കിൽ സ്വർഗത്തിലുണ്ടോ? ഹല്ലേലൂയ. ഇവിടെ കിട്ടിയെങ്കിൽ സ്വർഗത്തിലില്ല. ആമേൻ. നമുക്ക് ഇവിടെ കിട്ടാനുള്ളതെല്ലാം കിട്ടിയെങ്കിൽ സ്വർഗത്തിലില്ല. ഇവിടെ കിട്ടാത്തതിനാണ് സ്വർഗത്തിൽ ഉള്ളത്.
ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെല്ലാം കിട്ടി, നമ്മൾ ചോദിച്ചതെല്ലാം കിട്ടി, നമ്മൾ സന്തോഷത്തായിട്ട് ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഏറെ കിട്ടിയവർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സ്വർഗത്തിൽ പോകുമ്പോൾ ആമേൻ മരുഭൂമി മാത്രമായിരിക്കും. ബംഗ്ലാവ് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നത്. കാരണം യോഹന്നാൻ സുവിശേഷം 14-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുവല്ലോ, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഭവനം ഒരുക്കുവാൻ വേണ്ടി കടന്നുപോയിരിക്കുന്നു. അവൻ ഒരുക്കിയതിനു ശേഷം വരും, നമ്മളെ ചേർത്തുകൊള്ളും. നമ്മൾ ആവേശത്തോടെ മുകളിൽ പോകുമ്പോൾ മരുഭൂമി മാത്രം കാണും. ചോദിച്ചാൽ യേശു പറയും, നീ പ്രാർത്ഥിച്ചതിനെല്ലാം, നീ കഷ്ടപ്പെട്ടതിനെല്ലാം, നീ അധ്വാനിച്ചതിനെല്ലാം നിനക്ക് ഭൂമിയിൽ പ്രതിഫലം കിട്ടിയില്ലേ? ഇനി സ്വർഗത്തിൽ എന്ത് പ്രതിഫലമാണ് നീ പ്രതീക്ഷിക്കുന്നത്? ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ലോകത്തിൽ എല്ലാം കിട്ടുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, മുകളിൽ നമ്മുടെ ബാലൻസ് കുറഞ്ഞു വരിക. ആമേൻ. മുകളിൽ അതേ നിത്യതയിൽ നമുക്കൊന്നും ഇല്ലാതായി തീരുകയാണ്. നോക്കിയേ, ആ ക്രൂശിന്റെ പേരാണ് സഹനം. തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു. തിമോഥെയോസിന്റെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ, നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. ഒരിക്കൽ കൂടി പറയട്ടെ, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. സഹനം നിങ്ങളെ വാഴുന്നവനാക്കി മാറ്റും. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, സഹിക്കുന്ന നീ ചിലതിനെ വാഴും. ആമേൻ. യേശുവിൻ നാമത്തിൽ സഹിക്കുന്ന നീ പൈശാചിക മണ്ഡലങ്ങളെ വാഴും. സഹിക്കുന്ന നീ ദേശത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ വാഴും. സഹിക്കുന്ന നീ കുടുംബത്തിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ വാഴും. ദേശത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന തലമുറകളെ മുടിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ സഹിക്കുന്ന നീ വാഴും. അതേ, സഹിക്കുന്നവൻ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, സഹിക്കുന്നവന് ഒരു വാഴ്ചയുണ്ട്. സഹിക്കുന്നവൻ മദ്യത്തെ വാഴും, സഹിക്കുന്നവൻ കടത്തെ വാഴും, സഹിക്കുന്നവൻ കൂട്ടുകെട്ടിനെ വാഴും, സഹിക്കുന്നവൻ ദുർനടപ്പിനെ വാഴും. അതേ, സഹിക്കുന്നവന് വാഴ്ചയുണ്ട്. നോക്കിയേ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയതാർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം ഉൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി അയച്ചു. കേൾക്കണമേ, 40 വർഷം മരുഭൂമിയിൽ സഹിച്ച മോശെ ഫറവോനെയും മിസ്രയീമിലെ മന്ത്രവാദികളെയും വാണു. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, 40 വർഷം കൊട്ടാരത്തിനകത്ത് തിന്നു സുഖിച്ച മോശെ ഫറവോനെ വാണു എന്ന് ബൈബിളിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. 40 വർഷം അതേ കൊട്ടാരത്തിനകത്ത് സുഭിക്ഷിതമായി ജീവിച്ച അതേ മോശ ഫറവോന്റെ സൈന്യത്തെയോ ഫറവോന്റെ മന്ത്രവാദികളെയോ വാണു എന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. എന്നാൽ മരുഭൂമിയിൽ നീണ്ട 40 വർഷം മരുഭൂമിയിൽ തന്റെ ജീവിതം സഹിച്ച് തീർത്തവൻ അവൻ മിസ്രയീമിലെ മന്ത്രവാദികളെ വാണു. കേൾക്കണമേ, ഈ സഹനം, എന്നെ കേൾക്കുന്ന പ്രിയ സഭയെ, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ക്രൂശിന്റെ അനുഭവം അഥവാ സഹനം, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന കണ്ണുനീരിന്റെ അനുഭവം, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന വേദനയുടെ അനുഭവം, അതെ, അത് ദേശത്തിലെ മന്ത്രവാദികളെ വാഴുന്നവരാക്കി നിങ്ങളെ മാറ്റും. ഓ താങ്ക് യു ലോർഡ്. ദേശത്തിലെ മന്ത്രവാദികളെ വാഴുന്നവരാക്കി, കുടുംബങ്ങളെ മുടിച്ചു കളയുന്ന, തലമുറകളെ മുടിച്ചു കളയുന്ന, നന്മകളെ നശിപ്പിച്ചു കളയുന്ന മന്ത്രവാദികളെ വാഴുന്നവരാക്കി. വർഷങ്ങളായി 430 വർഷമായി ദൈവത്തിന്റെ ജനത്തെ അടിമകളാക്കി വെച്ച മിസ്രയീമിലെ മന്ത്രവാദികളെ വാഴുവാൻ, മിസ്രയീമിലെ ശകുനവാദികളെ വാഴുവാൻ, മിസ്രയീമിലെ സ്തോത്രം ലക്ഷണ വിദ്യക്കാരെ വാഴുവാൻ അതേ സഹനം മോശയെ പ്രാപ്തനാക്കിയെങ്കിൽ പ്രിയരെ, സഹിക്കുന്ന നിനക്കൊരു വാഴ്ചയുണ്ട്. ഹല്ലേലൂയ. സഹിച്ചവൻ, മരുഭൂമിയിൽ സഹിച്ചവൻ പുറത്തു വന്നപ്പോൾ അടിമകളായി പിടിക്കപ്പെട്ടവർ അവന്റെ പിന്നാലെ വന്നു. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ചിലത് സഹിച്ച് ആയിരിക്കുമ്പോൾ, ചില കഷ്ടതകൾ നീ മനഃപൂർവ്വമായി സഹിച്ച്, അതേ നിർബന്ധത്താലല്ല, ചിലത് മനഃപൂർവ്വമായി നീ സഹിച്ചായിരിക്കുമ്പോൾ ആ ത്യാഗത്തിന്റെ റിസൾട്ടാണ് സഹനം. ആമേൻ. ത്യാഗത്തിന്റെ റിസൾട്ടാണ്. തന്നെത്താൻ ത്യജിക്കുന്നവന് മാത്രമേ സഹിക്കുവാൻ കഴിയത്തുള്ളൂ. തന്നെത്താൻ ത്യജിക്കാത്തവന് ഒരിക്കലും സഹിക്കുവാൻ കഴിയത്തേയില്ല. അത് നിങ്ങൾ തിരിച്ചറിയുക. നമ്മുടെ പേര്, പെരുമ, പ്രശസ്തി, നമ്മളായിരിക്കുന്ന സ്ഥാനമാനങ്ങൾ, അവസ്ഥ, ഇതൊക്കെ ത്യജിക്കുവാൻ തയ്യാറാകുക. അവിടെയാണ് സഹനമുണ്ടാകുന്നത്. നോക്കൂ, മോശെ 40 വർഷം ഫറവോന്റെ കൊട്ടാരത്തിലാണ് ജീവിച്ചത്. അവന് വിശക്കുമ്പോൾ അവൻ അറിയുന്നതിന് മുമ്പേ സ്തോത്രം അവന്റെ കൊട്ടാരത്തിനകത്തെ ദൂതന്മാർ അവന് മൃഷ്ടാന ഭോജനവുമായി വരും. എന്ത് വേണം മോശെ എന്ന് ചോദിച്ച് ഇഷ്ടമുള്ളതെല്ലാം നിരത്തി വയ്ക്കും. വേണമെന്നുള്ളത് എടുത്ത് കഴിച്ചാൽ മതി അവൻ
അവനെ കുളിപ്പിക്കുവാൻ, കുളിച്ചു കഴിഞ്ഞാൽ തോർത്തുവാൻ, പുറത്തിറക്കി നടത്തുവാൻ, എന്തും ചെയ്തു കൊടുക്കുവാനും എന്തിനും അവൻ്റെ കൂടെ നിൽക്കുവാനും വലിയൊരു കൂട്ടം എപ്പോഴും കൊട്ടാരത്തിലുണ്ട്. അത്രമാത്രം സുഖശുദ്ധിയിൽ ജീവിച്ച മോശെ തുടർന്ന് 40 വർഷം ആമേൻ വെള്ളം ദാഹിച്ചാൽ ആമേൻ കുഴി കുഴിച്ച് വെള്ളം കണ്ടെത്തി കുടിക്കേണ്ട അവസ്ഥ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഷ്ടതയിൽ ജീവിക്കുന്നത് പ്രശ്നമല്ല, എല്ലാം ഉള്ളിടത്ത് നിന്ന് ഒന്നുമില്ലാത്തതായി വീഴുന്ന അവസ്ഥ വലിയ കഷ്ടമാണ്. ആമേൻ, ഹല്ലേലൂയ. പലരും ചിന്തിക്കുന്നത് ഇതാണ്. ആമേൻ, സ്തോത്രം. നമ്മുടെ ഇല്ലായ്മയാണ്, ഞങ്ങളുടെ ജീവിതത്തിലെ ഇല്ലായ്മയാണ് സഹനം. പ്രിയരെ, ഒരിക്കലുമല്ല നമ്മുടെ ഇല്ലായ്മ സഹനമല്ല. നോക്കൂ, സ്തോത്രം, വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു രോഗി, മൂക്കിൽ സ്തോത്രം ട്യൂബ് ഇട്ടിട്ടുണ്ട്, ഒരുപാട് എക്യുപ്മെന്റ്സ് ഒക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്, ഹൃദയം ഇടിക്കുന്നു, തലച്ചോറ് സ്പന്ദിക്കുന്നു, ഇതൊക്കെ നോക്കിയിരിക്കുന്ന രോഗി ഒരു 40 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു എന്ന് വെച്ച് കരുതുക. 40 ദിവസം കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. രക്ഷപ്പെട്ടാൽ ആ മനുഷ്യൻ ഇറങ്ങി വന്ന് നിന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്കറിയാമോ 40 ദിവസം ഞാൻ വെന്റിലേറ്ററിൽ ഉപവാസമായിരുന്നു. ശ്രദ്ധിക്കണമേ, ഉപവാസമായിരുന്നു. അത് ഉപവാസമല്ല, അവന് പറ്റാത്തത് കൊണ്ട്. ആമേൻ, അതല്ല ഉപവാസം. പറ്റുന്ന സമയത്ത് വീട്ടിനകത്ത് ആഹാരമുള്ളപ്പോൾ, ശരീരത്തിൽ ആഹാരം ദഹിക്കുന്ന ഡൈജഷൻ നല്ലതുപോലെ നടക്കുന്ന സമയത്ത് എനിക്ക് ഈ ആഹാരം വേണ്ട, എന്നെ രുചിപ്പിക്കുന്ന, എന്നെ കൊതിപ്പിക്കുന്ന, എന്നെ മോഹിപ്പിക്കുന്ന ഈ ആഹാരം വേണ്ട എന്ന് മാറ്റിവെക്കുന്നതാണ് സ്തോത്രം ഉപവാസം. ആമേൻ. നമുക്കുള്ളത് മാറ്റിവെക്കുന്നതാണ് സഹനം. ആമേൻ. നമുക്ക് വേണ്ടത് വിലയേറിയത് മാറ്റിവെക്കുന്നതാണ് സഹനം. ഒന്നുകൂടെ അതേക്കുറിച്ച് പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട് പറഞ്ഞു തരാം. നിങ്ങളുടെ ഭവനത്തിൽ സ്തോത്രം, നിങ്ങളൊരു ഉച്ച സമയത്ത് ആഹാരത്തിന്റെ സമയത്തായിരിക്കുമ്പോൾ അടുക്കളയിൽ കുറേ വേസ്റ്റ് കാണും. ആമേൻ. ഇന്ന് സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് ഈ വേസ്റ്റ് മാനേജ് ചെയ്യുക എന്നുള്ളത് വലിയ പാടുള്ള കാര്യമാണ്. ഈ വേസ്റ്റ് അല്ല, ആഹാരത്തിന്റെ വേസ്റ്റ്. അതെവിടെ കൊണ്ട് കളയുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, പട്ടി പോലും സിറ്റികളിലില്ലല്ലോ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഭിക്ഷക്കാരൻ വീട്ടിന്റെ നടയിൽ വന്ന് അമ്മാ അമ്മാ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടി കടന്നു വന്നത്. ആമേൻ. അവനെ കണ്ട ഉടനെ സഹോദരി വിചാരിക്കുകയാണ്, എന്നാൽ ഈ ആഹാരം ഈ ഭിക്ഷക്കാരന് കൊടുത്തേക്കാം. ആമേൻ. ആ ഭിക്ഷക്കാരന് ആ ആഹാരം കൊടുത്തിട്ട് ഞാൻ എൻ്റെ അടുക്കളയിലിരുന്ന ആഹാരത്തെ ഇതാ ത്യജിച്ചിരിക്കുന്നു എന്ന് ആ സഹോദരി പറഞ്ഞാൽ എന്ത് നമ്മൾ പറയും? ആമേൻ. അത് ത്യജിക്കുക അല്ല, ഒഴിവാക്കല. ആമേൻ. ആ വേസ്റ്റിനെ വേറൊരിടത്തും കൊണ്ടിടാൻ പറ്റാത്തതുകൊണ്ട് ആ മനുഷ്യന് കൊടുത്തു. എന്നാൽ ഭക്ഷണത്തിനായി നല്ല വിശപ്പോടെ നാം ഡൈനിങ് ഹാളിൽ ഇരിക്കുന്നു, നല്ല ആഹാരം കൊണ്ട് മുൻപിൽ വച്ചു. ആമേൻ. നല്ല പോലൊരു തട്ട് തട്ടാമെന്ന് ചിന്തിച്ച് കൈയൊക്കെ കഴുകി വായൊക്കെ റെഡിയാക്കി അങ്ങനെ ഇരിക്കുമ്പോൾ പുറത്ത് നേരത്തെ കേട്ട തട്ട് കേൾക്കുന്നു. ഒരുവൻ വിശന്ന് ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടെന്ന രീതിയിൽ മുമ്പിൽ നിൽക്കുന്നു. അവൻ്റെ മുൻപിലേക്ക് നമ്മുടെ വിശപ്പ് മറന്ന് നമ്മുടെ ആഹാരത്തെ മാറ്റിവെച്ചാൽ അതാണ് ത്യാഗം, അതാണ് ത്യജിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ത്യജിക്കുന്നതിനെയാണ് സഹനം എന്ന് പറയുന്നത്. ആമേൻ. അല്ലാതെ വേണ്ടാത്തതിനെ ആർക്കെങ്കിലും കൊടുക്കുന്നതോ വേണ്ടാത്തതിനെ ചെയ്യുന്നതോ അതല്ല സഹനം. പ്രിയരെ, നമ്മൾ തെറ്റിപ്പോയിരിക്കുന്നു. ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാച് നമ്മെ തെറ്റിച്ച് കളഞ്ഞിരിക്കുന്നു. ഒന്നും സഹിക്കുവാൻ കഴിയാത്തവരാക്കി പിശാച് നമ്മെ മാറ്റിയിരിക്കുന്നു. ആമേൻ. ക്രൂശില്ലാത്തവൻ ക്രിസ്ത്യാനിയല്ല. ആമേൻ. ഇതുവരെ നമ്മൾ ചിന്തിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ക്രൂശില്ലെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനിയല്ല. ആമേൻ. സ്തോത്രം. നോക്കിയേ, ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ് അവിധത്തിൽ മാനിക്കപ്പെട്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ശ്രേഷ്ഠകരമായ പദവി കുറേനക്കാരനായ ശീമോന് ലഭിച്ചത്? ആ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും, ആ മനുഷ്യൻ വയലിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു. അഥവാ ഒത്തിരി നേരം അധ്വാനിച്ച്, അല്ലെങ്കിൽ രാവേറെ അധ്വാനിച്ച് മടങ്ങി വരുന്ന ഒരു മനുഷ്യൻ, ഒത്തിരി അധ്വാനിയായ ഒരു മനുഷ്യൻ, ഒത്തിരി കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ. എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ അവിധത്തിൽ അധ്വാനിക്കുന്നവരാണ്, ഒത്തിരി കഷ്ടപ്പെടുന്നവരാണ്, ഒത്തിരി സ്വപ്നങ്ങളുമായി ഇറങ്ങി പുറപ്പെടുന്നവരാണ്. ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും അതേ പ്രാപിച്ചെടുക്കണം, അതേ എൻ്റെ ഭാവി നന്നായിരിക്കണം, എൻ്റെ മക്കൾക്ക് വേണ്ടി പലതും ചെയ്യണം, എൻ്റെ കുടുംബത്തിന് വേണ്ടി പലതും ചെയ്യണം, നാളെ നന്നായി ജീവിക്കണം, ഇങ്ങനെ പലതിനും വേണ്ടി അധ്വാനിക്കുന്നതൊന്നും കിട്ടാതെ, കഷ്ടപ്പെടുന്നതൊന്നും കിട്ടാതെ, ആഗ്രഹിക്കുന്നതൊന്നും നടക്കാതെ അധ്വാന ഭാരത്താൽ വലഞ്ഞായിരിക്കുന്ന നിങ്ങളെയാണ് യേശുവിന് ആവശ്യം. കാരണം മത്തായിയുടെ സുവിശേഷം 11:28 പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവയെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, നിങ്ങൾ അധ്വാന ഭാരത്താൽ വലഞ്ഞിരിക്കുന്നുവോ, നിങ്ങളെയാണ് യേശുവിന് ആവശ്യം. ആമേൻ. ശീമോന്റെ പദവി അതാണ്. അവൻ അധ്വാനിക്കുന്നവരായിരുന്നു, അവൻ കഷ്ടപ്പെടുന്നവരായിരുന്നു, രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ പെടാപ്പാടുപെടുന്നവരായിരുന്നു, ഒത്തിരി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി അത് നിറവേറുവാൻ പടവെട്ടുന്നവരായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒത്തിരി ആവശ്യഭാരവുമായി ദൈവസന്നിധിയിലായിരിക്കുന്ന നിന്നെ എൻ്റെ കർത്താവിന് ആവശ്യമുണ്ട്. ഒത്തിരി ആവശ്യഭാരങ്ങളുമായി ആ രാജ്യത്തായിരിക്കുന്ന സഹോദര,
നിന്നെ എൻ്റെ യേശുവിന് ആവശ്യമുണ്ട്. നീ ആഗ്രഹിക്കുന്ന പലതും നേടിയെടുക്കുവാൻ ലോകത്തോടും മനുഷ്യരോടും പിശാചിനോടും യുദ്ധം ചെയ്ത് തളർന്ന നിന്നെ എൻ്റെ യേശുവിന് ആവശ്യമുണ്ട്. ഓ താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, സ്തോത്രം. അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയുമാണ് യേശു അടുക്കൽ വിളിക്കുന്നത്. അതേ അവിധത്തിൽ അധ്വാനിച്ചു തളർന്ന ശീമോനെ അടുക്കൽ യേശു വിളിച്ചു. എന്നാൽ പ്രത്യേകമായി ഇവിടെ ശ്രദ്ധിക്കണമേ, യേശു നമ്മെ ആശ്വസിപ്പിക്കുന്നത് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആശ്വാസം അല്ലെങ്കിൽ ആ നിലയിൽ അല്ല, മറിച്ച് യേശുവിൻ്റെ ആശ്വാസം അത് ക്രൂശിലൂടെയാണ്. ആമേൻ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, യേശുവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തും ക്രൂശിലൂടെയാണ്. നമ്മുടെ ആശ്വാസം അത് ക്രൂശിലാണ്, നമ്മുടെ പ്രത്യാശ അത് ക്രൂശിലാണ്, നമ്മുടെ നിലനിൽപ്പ് അത് ക്രൂശിൽ തന്നെ. ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം, ക്രൂശിൽ ബാധ കയറിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അല്ല, ബൈബിൾ അത് തന്നെ പറയുന്നു. 11:29 മത്തായിയുടെ സുവിശേഷം ആണ് കേട്ടോ. അവിടെ പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നെ പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തും. ക്രൂശിനെ നുകമെന്ന് കർത്താവായ യേശു ക്രിസ്തു അവിടെ വിശേഷിപ്പിക്കുന്നു. ക്രൂശിൻ്റെ അതേ ഫലമാണ് ആശ്വാസം. ആമേൻ. നിങ്ങൾക്ക് ക്രൂശിൻ്റെതായ ഒരു അനുഭവമുണ്ടോ? നിങ്ങൾക്ക് കഷ്ടതയുടേതായ ഒരു അനുഭവമുണ്ടോ? നിങ്ങൾക്ക് കണ്ണുനീരിൻ്റെതായ ഒരു അനുഭവമുണ്ടോ? സഹനത്തിൻ്റെതായ ഒരു അനുഭവമുണ്ടോ? നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, കരയുന്ന സഹോദരി, കരയുന്ന സഹോദര, വേദനപ്പെട്ട് നിരാശയോടെ ആയിരിക്കുന്ന സഭയെ കേൾക്ക്, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ആമേൻ. ആ ക്രൂശിന് സ്തോത്രം ഒരു പ്രത്യേകതയുണ്ട്. ആ ക്രൂശിൽ ഉയർച്ചയുണ്ട്. ആമേൻ. ആ ക്രൂശിൽ ഉയർച്ച മഹത്വമായി വെളിപ്പെടും. ആ ക്രൂശിൽ ഉയർച്ച മാനമായി മാറും. ആമേൻ, സ്തോത്രം. ഏതൊരു ഉയർച്ചയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോഴും ഇതിനകത്തായിരിക്കുമ്പോൾ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഒരു ഉയർച്ചയാണ്. നമ്മുടെ ദൈവം നമ്മെ ഉയർത്തുന്നവനാണ്. ശ്രദ്ധിക്കണമേ, എങ്ങനെ ക്രൂശിലാണ് നമ്മുടെ ഉയർച്ച ഉള്ളത്. ഏതൊരു ഉയർച്ചയ്ക്ക് പിന്നിലും ഒരു താഴ്ച നമുക്ക് കാണുവാനായി കഴിയും. ഒരു താഴ്ച ഉള്ളപ്പോഴാണ് ഒരു ഉയർച്ച ഉണ്ടാകുന്നത്. താഴ്ച ഇല്ലെങ്കിൽ ഉയർച്ചയില്ല. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു താഴ്ച ഇല്ലെങ്കിൽ ഒരു ഉയർച്ചയില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നോക്കൂ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ ദാസരൂപം എടുത്തു, മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തന്നെത്താൻ താഴ്ത്തി. അതെ, യേശുവിനെ കുറിച്ച് പറയുന്നു. ആമേൻ. അവൻ തന്നെത്താൻ താഴ്ത്തി. യേശുവിനെ ആ സ്തോത്രം പൗലോസ് അപ്പോസ്തലൻ കാണുന്നത് അവൻ തന്നെത്താൻ താഴ്ത്തുന്നവനായിട്ടാണ്. എന്തിനു വേണ്ടിയാണ് താഴ്ത്തിയത്? ഉയരുവാൻ വേണ്ടി. യേശുവും അത് തന്നെ പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ, തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, തന്നെത്താൻ താഴ്ത്തുവാൻ, തന്നെത്താൻ ത്യജിച്ച് നമ്മുടെ ഇഷ്ടങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ സ്വഭാവ വിശേഷതകളെയും ഈ ലോകത്തിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുത്തതിനെയും അതേ ദൈവത്തിന്റെ സന്നിധിയിൽ മാറ്റിവെച്ച് താഴുവാൻ നാം തയ്യാറാകുമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾക്കൊരു ഉയർച്ചയുണ്ട്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഉയർത്തപ്പെടും. ദൈവം നിങ്ങളെ ഉയർത്തും. ആമേൻ. ആ ഉയർച്ചയെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗത്രോസ് 5-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ തൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. ആമേൻ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. ആമേൻ. നിങ്ങൾ താണിരിക്കുമെങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്തും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വെറുതെ ഉയർത്തുമെന്ന് വെറും വാക്ക് പറയുന്നവരല്ല. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഈ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ഉയരുമോ? ഇല്ല. പത്രോസ് അപ്പോസ്തലൻ വ്യക്തമായി പറയുന്നു. 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ, അവൻ നിങ്ങൾ വേണ്ടി കരുതുന്നവനാകയാൽ, അർത്ഥം നിങ്ങളെ ഉയർത്തുവാൻ വേണ്ടത് ദൈവം കരുതിയിട്ടുണ്ട്. നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടത് താഴ്ത്തുന്ന, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടത് എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട്. ആ തൊഴിലിടത്തിലെ ഉയർച്ചയ്ക്ക് വേണ്ടിയത് ദൈവം കരുതിയിട്ടുണ്ട്. നിന്റെ കുടുംബത്തിലെ ഉയർച്ചയ്ക്ക് വേണ്ടിയത് ദൈവം കരുതിയിട്ടുണ്ട്. നീ ആയിരിക്കുന്ന സ്ഥാനത്തിൽ, ആ സ്ഥാപനത്തിൽ നീ ഉയരുവാൻ വേണ്ടത് എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട്. നീ താണു കിടക്കുമ്പോൾ ആലോചിച്ച് ഭാരപ്പെടേണ്ട, അയ്യോ ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ. കേൾക്ക്, നീ ഉയരുവാൻ വേണ്ടത്
നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ട യേശുവിൻ നാമത്തിൽ മക്കളെ, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടത് നിങ്ങളുടെ അമ്മയപ്പന്മാരല്ല, എന്റെ ദൈവം കരുതിയിട്ടുണ്ട്. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലല്ല, എന്റെ യേശുപ്പന്റെ കയ്യിലുണ്ട്. ഓ യാസ്, യേശുവിൻ നാമത്തിൽ നിന്റെ തലമുറകൾ തകർന്നു പോകാതിരിക്കുവാൻ വേണ്ടത് നിങ്ങളുടെ പക്കലല്ല, ദേശത്തിൽ ശ്രേഷ്ഠന്മാരുടെ പക്കലല്ല, എന്റെ ദൈവത്തിന്റെ പക്കലുണ്ട്. അതേ നിങ്ങൾ ഉയരുവാൻ വേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നോക്കൂ, അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, കരങ്ങൾക്ക് കീഴേ താണിരിക്കുക. അവിടെ ഈ കാര്യം നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക. ദൈവം ഇരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് ഭൂമി അവന്റെ പാദപീഠമാണ്, സ്വർഗം അവന്റെ സിംഹാസനമാണ്. കേൾക്കണമേ, ഭൂമി ദൈവത്തിന്റെ പാദപീഠവും സ്വർഗം അവന്റെ സിംഹാസനവുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെ ആയിരിക്കുന്നു? നമ്മൾ അവന്റെ കാൽപാദത്തിലായിരിക്കുന്നു. അഥവാ കർത്താവിന്റെ സർവശക്തനായ ദൈവത്തിന്റെ കാലിരിക്കുന്ന ഭൂമിയിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്നു. ആമേൻ. അവിടെ നമ്മൾ താണിരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, ഏറ്റവും താഴെ നമ്മൾ ആയിരിക്കുന്ന സ്ഥാനത്ത് താണിരിക്കുവാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ, താഴ്മ ധരിക്കുവാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ, വചനം പറയുന്നു അവന്റെ കരം നമ്മെ എടുത്ത് ഉയർത്തും. ഓ താങ്ക് യു ലോർഡ്. എടുത്തുയർത്തുന്നത് എവിടേക്കാ? അവന്റെ ഇരിപ്പിടം ഇരിക്കുന്ന സ്വർഗത്തിലേക്ക്. ആമേൻ. ഒരുത്തനും വലിച്ചിടുവാൻ കഴിയാത്ത വിധത്തിൽ എന്റെ ദൈവം നിങ്ങളെ ഉയർത്തും. ആമേൻ. നിങ്ങൾ താഴുവാൻ തയ്യാറാകുമെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തുവാൻ തയ്യാറാകുമെങ്കിൽ എന്റെ ദൈവം നിങ്ങളെ ഉയർത്തും. ഒരു മനുഷ്യനും ആ ഉയർച്ചയിൽ നിന്ന് നിങ്ങളെ വലിച്ചു താഴെ ഇടുവാൻ കഴിയത്തില്ല. ഒരു മനുഷ്യനും, ഓ സ്തോത്രം, ആ ഉയർച്ചയിൽ നിന്ന് നിങ്ങളെ തള്ളി താഴെ ഇടുവാൻ കഴിയത്തില്ല. ഒരു മനുഷ്യന്റെ ആലോചനയ്ക്ക് മുമ്പിലും നിങ്ങൾ വീഴത്തില്ല. കാരണം നിങ്ങൾ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലിരുന്ന് സ്വർഗത്തോളം ഉയർത്തപ്പെടുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് സന്തോഷമുണ്ട് പറയുവാൻ. ആമേൻ. കരം തലയേക്കാൾ ഉയരത്തിൽ ഉയരും. ആമേൻ. ദൂത് മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ ഇരിക്കുന്നതിന് മേലെ നിന്നെ ഉയർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അവൻ ഉയർത്തുവാൻ കഴിയും. നീ അവന്റെ കരങ്ങൾക്ക് കീഴെ താണിരിക്കുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളെ ഉയർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആമേൻ, ഹല്ലേലൂയ. നോക്കൂ, ക്രൂശിൽ തന്നെ താഴ്ത്തിയ യേശുവിനെ കുറിച്ച് അതേ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. യേശു തന്നെ താൻ താഴ്ത്തിയത് കൊണ്ട്, തൻ്റെ മഹത്വം വച്ചൊഴിഞ്ഞ്, സ്വർഗത്തിൽ തനിക്കുണ്ടായിരുന്ന സ്ഥാനമാനങ്ങൾ വച്ചൊഴിഞ്ഞ് തന്നെ താൻ താഴ്ത്തിയത് കൊണ്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലും സകല മുട്ടും അവന് മുമ്പിൽ മടങ്ങി. ആമേൻ, ഹല്ലേലൂയ. ക്രൂശിൽ കയറ്റിയ മുട്ടും മടങ്ങി, തുപ്പിയ മുട്ടും മടങ്ങി, ആട്ടിയ തുപ്പും ഓ സ്തോത്രം, മുട്ടും മടങ്ങി, പദ്ധതി ഒരുക്കിയ മുട്ടും മടങ്ങി, വിധി പ്രഖ്യാപിച്ച മുട്ടും മടങ്ങി. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സകല അധികാരങ്ങളും വാഴ്ചകളും നിനക്ക് മുമ്പിൽ മുട്ടുമടക്കും. ക്രൂശിൽ നിനക്കൊരു ഉയർച്ചയുണ്ട്. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഈ ക്രൂശിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ക്രൂശിൽ നിങ്ങൾക്കൊരു ഉയർച്ചയുണ്ട്. സകല മുഴങ്കാലും മടങ്ങും. അതോ ലോകത്തിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലം നിങ്ങൾക്ക് മുമ്പിൽ മുട്ടുകുത്തും. ഓ യെസ്, യേശുവിൻ നാമത്തിൽ ലോകത്തിലെ പ്രഭുക്കന്മാർ, മനുഷ്യർ നിങ്ങൾക്ക് മുമ്പിൽ മുട്ടുകുത്തും. സ്വർഗീയ ജീവികൾ നിങ്ങൾക്ക് മുമ്പിൽ മുട്ടുകുത്തും. അതേ കേൾക്കണമേ, നിങ്ങൾ താഴ്ത്തുവാൻ തയ്യാറാകുമെങ്കിൽ. കർത്താവായ യേശു ക്രിസ്തു താഴ്ത്തിയത് കൊണ്ട് വചനം പറയുന്നു, ഏത് നാമം പാടി, ആമേൻ, അവനേക്കാൾ മേലായ ഒരു നാമം ഇല്ലാത്ത വിധത്തിൽ ദൈവം അവനെ ഉയർത്തി. അവൻ തന്നെ ഏറ്റവും ഉയർന്ന നാമം. അങ്ങനെയെങ്കിൽ കേൾക്കണമേ, ആ ക്രൂശ് എന്റെയും നിങ്ങളുടെയും പ്രത്യാശയാണ്. യേശുവിന്റെ നാമം അതേ നിങ്ങളുടെ രോഗത്തെക്കാൾ വലിയ നാമമാണ്. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, യേശുവിന്റെ നാമം കടത്തെക്കാൾ വലിയ നാമമാണ്. യേശുവിന്റെ നാമം മദ്യത്തെക്കാൾ വലിയ നാമമാണ്. യേശുവിന്റെ നാമം മയക്കുമരുന്നിനേക്കാൾ വലിയ നാമമാണ്. യേശുവിന്റെ നാമം തകർച്ചയേക്കാൾ വലിയ നാമമാണ്. യേശുവിന്റെ നാമം ഈ ലോകത്തിൽ നിന്നെ ഭയപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന, കരയിപ്പിക്കുന്ന ഏത് നാമത്തിനും മേലായ നാമമാണ്. ആ നാമത്തിന് കീഴ്പ്പെടാത്ത മറ്റൊരു നാമവുമില്ല. ആ നാമത്തിന് കീഴ്പ്പെടാത്ത ഒരു രോഗമില്ല. ആ നാമത്തിന് കീഴ്പ്പെടാത്ത ഒരു അവസ്ഥയില്ല. ആ നാമത്തിന് കീഴ്പ്പെടാത്ത തലമുറകളില്ല. ആ നാമത്തിന് കീഴ്പ്പെടാത്ത ഭർത്താവില്ല. ആ നാമത്തിന് കീഴ്പ്പെടാത്ത ഭാര്യയില്ല. ആ നാമത്തിന് കീഴ്പ്പെടാത്ത അവസ്ഥയില്ല. ഓ ഷാറാഥേനെ ഷാധോറി, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. ക്രൂശിൽ നിങ്ങൾക്കൊരു ഉയർച്ചയുണ്ട്. ഓ സ്തോത്രം. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ക്രൂശിൽ നിങ്ങൾക്കൊരു ഉയർച്ചയുണ്ട്. നോക്കണമേ,
ആമേൻ. ക്രൂശ് പലപ്പോഴും അതൊരു അപേക്ഷയോ അഭ്യർത്ഥനയോ അല്ല. വായിച്ച വാക്യത്തിൽ അവിടെ നിങ്ങൾക്ക് കാണുവാനായി കഴിയും, അവർ നിർബന്ധിച്ചു. ക്രൂശ് ഒരു നിർബന്ധമാണ്. അപ്പോസ്തലനായ പൗലോസ് അത് വീണ്ടും ഉറപ്പിക്കുന്നുണ്ട്. കൊരിന്ത് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാമത്തെ ലേഖനം 9-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. കേൾക്കണമേ, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ വാക്യം നിങ്ങൾ കണ്ടതുകൊണ്ട് ദൈവദാസനെ ക്രൂശിനെ കുറിച്ചല്ലോ സുവിശേഷത്തെ കുറിച്ചല്ലേ പറയുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷം പറയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂശ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. നിങ്ങൾ നുണ പറയാൻ പോയി നോക്ക്, നിങ്ങൾക്ക് ചുറ്റും ഇരിക്കാൻ ഒരുപാട് പേരുണ്ടാകും. ആമേൻ. നിങ്ങൾ അടിയുണ്ടാക്കുവാൻ പോയി നോക്ക്, നിങ്ങളെ മാലയിട്ട് കൊണ്ട് നടക്കുവാനുണ്ടാകും. നിങ്ങൾ മദ്യപിക്കുവാനായി പോയി നോക്ക്, 2 പേര് എതിർത്ത് പറയുമ്പോൾ 10 പേര് കൂടെ നിൽക്കും. വാടാ, ഒരു കുപ്പി എടുത്തു വെച്ച് നമുക്ക് അടിച്ചിന്ന് പണി കൊടുക്കാമെന്ന് പറയുവാൻ വേണ്ടി ലോകം മുഴുവൻ, ഈ ലോകത്തെ എൻ്റെ എന്ത് കാര്യത്തിനും കൂടെ നിൽക്കും. എന്നാൽ നിങ്ങൾ സുവിശേഷം പറയുവാനായിട്ട് പോയി നോക്ക്, ആമേൻ, വിവരം അറിയും. ആമേൻ. അത് തന്നെ ആ ക്രൂശ്. സുവിശേഷം നിന്ദയാണ്, സുവിശേഷം അപമാനമാണ്, സുവിശേഷം കഷ്ടതയാണ്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് നോക്ക്, ഓരോ മനുഷ്യൻ തന്നെത്താൻ ത്യജിച്ച് അടികൊള്ളുക, ഓരോ മനുഷ്യൻ തന്നെത്താൻ ത്യജിച്ച് ഉപദ്രവിക്കപ്പെടുക, ഓരോ മനുഷ്യൻ തന്നെത്താൻ ത്യജിച്ച് കഷ്ടം അനുഭവിക്കുക. ആമേൻ. കാരണം എന്താ? ഓ സ്തോത്രം, അവർ ക്രൂശിൽ സന്തോഷിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അതൊരു നിർബന്ധമാണ്. സ്തോത്രം, അതൊരു നിർബന്ധമാണ്. ക്രൂശ് ഒരു നിർബന്ധമാണ്. ആമേൻ, സ്തോത്രം. കേൾക്കണമേ, ഒരിക്കൽ കൂടി പറഞ്ഞു തരാം ആ ത്യാഗം എന്താണെന്ന്. വടക്കേ ഇന്ത്യയിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. ഇന്ന് കാണുന്ന ഉപദ്രവിക്കപ്പെടുന്ന അനേകർ, വസ്ത്രമില്ലാതായിത്തീരുന്ന, വീടില്ലാതായിത്തീരുന്ന, കുടുംബമില്ലാതായിത്തീരുന്ന, അവർക്ക് ജീവിക്കുവാൻ നിവൃത്തിയില്ലാത്തവരല്ല. നാട്ടിൽ അവർക്ക് വീടും കയറി കിടക്കുവാൻ സ്ഥലവും മക്കളെ പഠിപ്പിക്കുവാനുള്ള സാഹചര്യമുണ്ട്. നാട്ടിൽ വന്നാൽ അവർക്ക് സഭയും കിട്ടും. പക്ഷേ അവർ അവരെ ഭാര്യമാരെ ത്യജിച്ചു, മക്കളെ ത്യജിച്ചു, സഹോദരങ്ങളെ ത്യജിച്ചു, കുടുംബത്തെ ത്യജിച്ചു, പേരും പെരുമയും ത്യജിച്ചു. ഞങ്ങൾക്കുള്ള ജീവിതം ഞങ്ങൾക്ക് യേശുവിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് മാറ്റിവെച്ചവരാ. ഹല്ലേലൂയ. തന്നെത്താൻ ത്യജിച്ചവരാ. അവർക്കൊരു ഉയർച്ചയുണ്ട്. ഓ താങ്ക് യു ലോർഡ്. അവർ ഉയർക്കപ്പെടും. ആമേൻ. അവർ ഉയർക്കപ്പെടും. ആമേൻ. ആ ക്രൂശ് നിന്നയായി അപമാനമായി മാറുന്ന ആ ക്രൂശ് ചുമക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചതിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. നോക്കിയാൽ അപ്പോൾ ആ നിർബന്ധത്തിൻ്റെ റിസൾട്ട് നിങ്ങളുമായി പങ്കുവെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേഗത്തിൽ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്താണ് ശീമോന് ആ നിർബന്ധത്തിലൂടെ ക്രൂശ് ചുമന്നതുകൊണ്ട് കിട്ടിയത്? ആമേൻ. എന്നെ കേൾക്കുന്ന നിങ്ങളും പല നിർബന്ധങ്ങളുടെ മുൻപിലായിരിക്കും ക്രൂശ് ചുമക്കുവാൻ തയ്യാറായത്. മക്കളുടെ ജീവിതം കണ്ടിട്ട് ക്രൂശ് എടുത്തുകൊണ്ട് ഇറങ്ങിയവരുണ്ട് ഇതിനകത്ത്. ആമേൻ. ജീവിതത്തിന്റെ അവസ്ഥ ഈ പോക്ക് വയ്യ, ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് ക്രൂശുമായിട്ട് ഇറങ്ങിയവർ, മീൻസ് ദൈവവുമായിട്ട് ചേർന്ന് ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഇറങ്ങിയവരുണ്ട്. രോഗം മുഖാന്തരം, രോഗമെന്ന ക്രൂശ് മുഖാന്തരം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങിയവരുണ്ട്. രോഗം നിർബന്ധിച്ചു, കടം നിർബന്ധിക്കും, ബാധ്യത നിർബന്ധിക്കും, അപമാനം നിന്ന, ഇങ്ങനെ പലതും നിർബന്ധിച്ച് യേശുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചവരുണ്ട്. ആമേൻ. കേൾക്കണമേ, അങ്ങനെ യേശുവിന്റെ പിന്നാലെ നിർബന്ധത്താൽ ശീമോൻ ഇറങ്ങി തിരിച്ചതുകൊണ്ട് വചനം പറയുന്നു, ആരും അറിയാത്ത ശീമോൻ എല്ലാവരും അറിയപ്പെടുന്നവരായി മാറി. ആമേൻ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, യേശു ക്രൂശുമായി കാൽവരിയിലേക്ക് കടന്നു പോകുമ്പോൾ എത്ര പേര് അവിടെ ഉണ്ടായിരുന്നു? എത്രയോ ശ്രേഷ്ഠർ, പേര് പെരുമ പ്രശസ്തിയുള്ളവർ. അവരെയൊക്കെ ആരെങ്കിലും നിങ്ങൾക്കറിയാമോ? ചുരുക്കം ചില പേരുകൾ അറിയാം, ബാക്കി ആരെയും നിങ്ങൾക്കറിയത്തില്ല. ആ പേരുകളൊക്കെ മുന്നമേ ഉള്ളതാണ്. എന്നാൽ അന്ന് വരെ കേട്ടിട്ടില്ലാത്തൊരു പുതിയ പേരുകാരൻ പേരുള്ളവനായി മാറി. ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ചില പേരുകൾ പുറത്ത് കേൾക്കുവാൻ പോകുക. എന്നെ കേൾക്കുന്ന പ്രിയ സഭയെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് വരെ നിങ്ങളെക്കുറിച്ച് ആരും കേട്ടിട്ടില്ലായിരിക്കാം, ഇന്ന് വരെ നിങ്ങളെക്കുറിച്ച് ആർക്കും അറിയത്തില്ലായിരിക്കാം. എന്നാൽ കേൾക്ക്, നിങ്ങളെക്കുറിച്ച് ലോകം അറിയുവാൻ പോകുക. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുവാൻ, ഓ റാഥാന ഷാഖ റഥനെ ഷന്ദാരങ്ങനെ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്നെക്കുറിച്ച് സഹോദര സഹോദരി, നിന്നെക്കുറിച്ച് ദേശം ചർച്ച ചെയ്യുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഈ ക്രൂശ്, ഓ താങ്ക് യു ലോർഡ്, നിന്റെ പേരുയർത്തും, നിനക്ക് പേരുണ്ടാക്കും. ആരും അറിയാത്ത നിനക്ക് ഒരു അഡ്രസ് ഉണ്ടാകും. നീ മുഖാന്തരം നിന്റെ ദേശം അറിയപ്പെടും, നീ മുഖാന്തരം നിന്റെ സഭ അറിയപ്പെടും, നീ മുഖാന്തരം നിന്റെ കുടുംബം, ഓ രാധാ ശാഖ യേശുവിൻ നാമത്തിൽ. അതേ കുഞ്ഞുമക്കളെ, നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ സ്കൂൾ, നിങ്ങളുടെ കോളേജ്, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനം അറിയപ്പെടും. ആമേൻ. ക്രൂശ് നിർബന്ധത്താൽ ശീമോൻ ക്രൂശ് ചുമന്നപ്പോൾ വചനം പറയുന്നു, ആ ക്രൂശ് അവനെ എല്ലാവരും അറിയപ്പെടുന്നവരാക്കി മാറ്റി. 2, ക്രൂശ് ശീമോന്റെ അവസ്ഥ മാറ്റി. ക്രൂശ് ശീമോന്റെ അവസ്ഥ മാറ്റി. ശീമോൻ ആരാണ്? കറുമ്പനായ നീഗ്രോ. ആമേൻ. ഒരു ആഫ്രിക്കക്കാരൻ. ആരുടെ ഇടയിൽ? യഹൂദന്മാരുടെ ഇടയിൽ. ആരുടെ ഇടയിൽ? റോമക്കാരുടെ ഇടയിൽ. ആരുടെ ഇടയിൽ? ആമേൻ, ഗ്രീക്കന്മാരുടെ ഇടയിൽ. യഹൂദന്റെ ജോലി എന്താ? അവർ അടിമകളാണ്. ആമേൻ. അടിമയായി വീട്ടിൽ പിടിച്ചു കൊണ്ടുവന്ന് ഇഷ്ടമുള്ള ജോലി ചെയ്യിപ്പിക്കുന്നവരാണ്. അടിമ പണി ചെയ്യുന്ന കുറേനക്കാരൻ
വർഗക്കാരൻ, കറുത്ത വർഗക്കാരൻ, വെളുപ്പ് തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവൻ, മറ്റുള്ളവർക്ക് നല്ലതൊന്നും പറയുവാനില്ലാത്തവൻ, അന്ന് വരെ അവൻ അടിമയാണ്. എന്നാൽ ക്രൂശ് അവന്റെ അടിമത്വത്തെ മാറ്റി. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ ചുമന്ന ക്രൂശ് അവന്റെ അടിമത്വത്തെ മാറ്റി. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ചുമക്കുന്ന ക്രൂശ് നിങ്ങളുടെ അടിമത്വത്തെ മാറ്റുക. ക്രിസ്തു നിനക്ക് സ്വാതന്ത്ര്യം നൽകും. ആ ക്രൂശ് നിന്നെ സ്വതന്ത്രനാക്കും. അടിമത്വത്തിൽ നിന്ന് എന്റെ യേശു നിന്നെ സ്വതന്ത്രനാക്കും. കടത്തിൽ നിന്ന് ക്രൂശ് നിനക്ക് സ്വാതന്ത്ര്യം നൽകുക. രോഗത്തിൽ നിന്ന് ക്രൂശ് നിനക്ക് സ്വാതന്ത്ര്യം തരിക. തകർച്ചയിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ഓ താങ്ക് യു ലോർഡ്, പാപത്തിൽ നിന്ന് ക്രൂശ് ചിലരെ മോചിപ്പിക്കുക. യേശുവിൻ നാമത്തിൽ ചില ക്രൂശുകൾ മാനസാന്തരത്തിന് കാരണമായി മാറുക. തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് നീ കാണുന്ന ചിലർ അനുഭവിക്കുന്ന ക്രൂശ്, നീ അനുഭവിക്കുന്ന ക്രൂശ് നിന്റെ മാനസാന്തരത്തിന് കാരണമായി വരിക. പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് ക്രൂശ് നിന്നെ പുറത്തു കൊണ്ടുവരിക. യേശുവിൻ നാമത്തിൽ മദ്യത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, മയക്കുമരുന്നിന്റെ അടിമത്വത്തിൽ നിന്ന്, ലഹരിയുടെ അടിമത്വം, യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രൂശ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരും. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആ ക്രൂശിലെ സ്വാതന്ത്ര്യമാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. ആ ക്രൂശ് നിങ്ങളെയും സ്വതന്ത്രരാക്കി നിർത്തും. ആമേൻ. കേൾക്കണമേ, അവസാനമായി ക്രൂശിലൂടെ ശീമോൻ ആർജിച്ചെടുത്തത്, ശീമോന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. റോമർക്ക് 16:13 വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്ക് അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവിൻ. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 15 സ്തോത്രം 23 നമ്മൾ ചിന്തയ്ക്കായി വായിച്ച വാക്യം അതാണല്ലോ. അവിടെ റൂഫോസിന്റെയും അലക്സാന്ദ്രിയന്റെയും അപ്പനായ കുറിയനക്കാരനായ ശീമോൻ എന്ന് വചനം പറയുന്നു. തൻ്റെ മകൻ, ക്രൂശ് ചുമന്നവന്റെ മകൻ അനുഗ്രഹിക്കപ്പെട്ടു, അഥവാ ക്രിസ്തുവിൽ പ്രശസ്തനായി തീർന്നു. ഒരു നീഗ്രോയുടെ മകൻ, ഒരു അടിമയുടെ മകൻ ഒരു ലേഖനം എഴുതുവാൻ യഹൂദനായ ക്രിസ്തുവിന് വേണ്ടി തികഞ്ഞ പോരാളിയായി ഓട്ടം തികച്ച പൗലോസിന്റെ തൂലിക കൊണ്ട് എഴുതപ്പെടുവാൻ തക്കവണ്ണം ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ക്രൂശ് നിങ്ങളുടെ തലമുറകളുടെ തലവര മാറ്റും. മാതാപിതാക്കളെ, നിങ്ങൾ സഹിക്കുന്ന ക്രൂശ്, നിങ്ങൾ വഹിക്കുന്ന ക്രൂശ്, അതെ, ആ ക്രൂശ് ഉണ്ടല്ലോ, നിങ്ങളുടെ തലമുറകളുടെ തലവര മാറ്റും. അറിയപ്പെടാതെ പോയി അവരെ ലോകം അറിയും. ആമേൻ. അവർ ക്രിസ്തുവിൽ പ്രശസ്തരായി തീരും. ഒരുപക്ഷെ ഇന്ന് അവർ കുപ്രസിദ്ധരാണ്. അവരെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അവരെ കുറിച്ച് പലരും കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. നല്ലതല്ല എന്ന് മാത്രം നല്ലത് കേൾക്കുവാൻ പോകുക. ക്രൂശ് അവരെ കർത്താവിൽ പ്രശസ്തരാക്കി മാറ്റുവാൻ പോകുക. അവർ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ പോകുക. നീ ചുമക്കുന്ന ക്രൂശ്, സഹോദരി, നീ ചുമക്കുന്ന ക്രൂശ് നിന്റെ തലമുറയെ മാത്രമല്ല നിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കും. നോക്കൂ, അവന്റെ അമ്മയായ, സ്തോത്രം, എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവിൻ. കുറേനക്കാരനായ ശീമോന്റെ ഭാര്യയെ അപ്പോസ്തലനായ പൗലോസ് പറയുക, അവൾ എനിക്കും അമ്മയാണ്. ആമേൻ. അവൾ എനിക്കും അമ്മയാണ്. ആ പദവി ഒന്ന് ചിന്തിച്ച് നോക്കി. ഒരു അടിമ സ്ത്രീ പൊതുവഴിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ലേഖനം വായിക്കുമ്പോൾ കേൾക്കുക, ഒരു തികഞ്ഞ യഹൂദൻ വിളിച്ചു പറയുക, അവൾ എനിക്കും അമ്മയാണ്. ആ കറമ്പി എനിക്കും അമ്മയാണ്. ആ ആഫ്രിക്കക്കാരി എനിക്കും അമ്മയാണ്. ആ നീഗ്രോ എനിക്കും അമ്മയാണ്. ആ അടിമ എനിക്കും അമ്മയാണ്. അതേ കർത്താവിന്റെ നാമത്തിൽ നീ സാക്ഷിയായി മാറുവാൻ പോകുക. ദേശം നിന്നെ നന്ദിയോടെ സ്മരിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി സഹോദരി, നീ ചുമക്കുന്ന ക്രൂശ് നിന്റെ കുടുംബത്തെ മാറ്റുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ നിന്റെ കുടുംബത്തെ, നിന്റെ ഭർത്താവിനെ കർത്താവിൽ പ്രശസ്തരായി മാറ്റുവാൻ പോകുക. സഹോദര, നീ ചുമക്കുന്ന ക്രൂശ് നിന്റെ ഭാര്യയെ കർത്താവിൽ പ്രശസ്തയാക്കി മാറ്റുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ആ ക്രൂശിനായി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ ക്രൂശ് നിങ്ങളുടെ തകർച്ചയ്ക്കല്ല, നീ ആയിരിക്കുന്ന സഹനം. ഈ ക്രൂശ് നിന്നെ ഉയർത്തുവാൻ പോകുക. നിന്റെ തലമുറകളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. സഹോദര, സഹോദരി, നിന്റെ ക്രൂശ് നിന്റെ കുടുംബ ജീവിതത്തെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന്, പലരുടെയും അടിമത്വത്തിൽ നിന്ന്, വ്യക്തികളുടെ അടിമത്വത്തിൽ നിന്ന്, ശീലങ്ങളുടെ അടിമത്വത്തിൽ നിന്ന്, പാപത്തിന്റെ അടിമത്വം യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പാ, ഞാൻ ക്രൂശ് ചുമക്കുവാൻ ഇഷ്ടപ്പെടുന്നു. എനിക്ക് നിർബന്ധത്താലല്ല, ഇഷ്ടത്താൽ തന്നെ ക്രൂശ് ചുമക്കണം. ഞാൻ സഹിക്കുവാൻ തയ്യാറാപ്പാ. ഞാൻ ക്രൂശ് ചുമക്കുവാൻ തയ്യാറാ. ക്രൂശ് ചുമക്കുന്ന നിനക്കൊരു ഉയർച്ചയുണ്ട്. ക്രൂശിലൊരു ഉയർപ്പുണ്ട്. നീ ഈ മണ്ണിൽ ഒടുങ്ങി പോകുവാൻ
യേശുവിൻ നാമത്തിൽ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ക്രൂശിൽ നിനക്കൊരു ഉയർച്ചയുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ക്രൂശ് നിന്നെ ഉയർത്തും. ആ തൊഴിലിടത്തിൽ നിന്നെ ഉയർത്തും, ആ കുടുംബത്തിൽ നിന്നെ ഉയർത്തും. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. നല്ല കർത്താവേ, വിശ്വസ്ത ദൈവമേ, ഈ ക്രൂശ് കർത്താവേ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വേദനയും നിരാശയുമായ നിർബന്ധത്താൽ ചുമന്നു തുടങ്ങിയ ക്രൂശ് ശീമോൻ ചുമന്നതുപോലെ അപ്പാ ചുമന്ന് തലമുറകളെ പുറത്തു കൊണ്ടുവരുവാൻ, കുടുംബത്തെ പുറത്തു കൊണ്ടുവരുവാൻ കാരണമായി മാറട്ടെ. ക്രൂശിൽ ഇവർ രോഗത്തിന്റെ അടിമത്വത്തിൽ നിന്ന് പുറത്തു വരട്ടെ. അപ്പാ ഇന്ന് ഇപ്പോൾ ചില രോഗികൾ സൗഖ്യമാകട്ടെ. ഇതിനകത്തും പുറത്തും ചില രോഗങ്ങളുടെ മധ്യത്തിൽ ഭയന്ന് വേദനപ്പെട്ടായിരിക്കുന്നവർ, രഹസ്യമായ ചില രോഗങ്ങൾ മുഖാന്തരം വേദനിച്ചായിരിക്കുന്നവർ, ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി എല്ലാ ബന്ധനങ്ങൾ വഴിയട്ടെ, എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറട്ടെ. മനുഷ്യനും പിശാചും കെട്ടി ബന്ധിച്ച ബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ ഈ പകലിൽ അഴിഞ്ഞു മാറുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവേ. ആ ക്രൂശിനായി സ്തോത്രം ഞങ്ങളെ സ്തുതിക്കുന്നു. ഉയർപ്പ് ഞങ്ങളുടേതായി മാറട്ടെ. ഇതിനകത്തായിരിക്കുന്ന ഓരോ വ്യക്തികളെയും, ലൈവിൽ വീക്ഷിച്ചുകൊണ്ടായിരിക്കുന്ന ഓരോ വ്യക്തികളെയും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.